ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെയിൽ ഫ്രോഗ്. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 2008 പുറത്തിറങ്ങിയ ദ ഗുഡ്, ദ ബാഡ്, ദ വിയേർഡ്, കിം ജി വോൺ സംവിധാനം ചെയ്ത വെസ്റ്റേൺ ആക്ഷൻ ഡ്രാമയാണ് ദി ഗുഡ്, ദി ബാഡ്, ദ വിയേർഡ്. നിങ്ങളൊരു സിനിമാ ഭ്രാന്തനോ ഭ്രാന്തിയോ ആണെങ്കിൽ ഈ ഒരു സിനിമ കണ്ടിട്ടില്ല എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. കണ്ടിട്ടില്ലെങ്കിൽ ആരോടും പറയണ്ട. കാരണം ഇതൊരു മസ്റ്റ് വാച്ച് മൂവിയാണ്. നിങ്ങൾക്ക് കഥകൾ കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തി ചാടി കേറിക്കോളൂ. ഇപ്പോൾ നമുക്ക് പോകാം കഥകളുടെ ആ ഒരു മാജിക്കൽ യൂണിവേഴ്സിലേക്ക്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 1930കൾ, ആ ഒരു കാലഘട്ടത്തിൽ കൊറിയയെ ഒരു കോളനിയാക്കി ഭരിച്ചുകൊണ്ടിരുന്നത് ജപ്പാൻകാരായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു കഥയാണിത്. ഈ ഒരു സിനിമയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് ഒരു മാപ്പാണ്. ആ മാപ്പ് കയ്യിൽ വെച്ചിരിക്കുന്നത് ആ നാട്ടിലെ ഒരു ധനികനായ ഒരു മനുഷ്യനാണ്. അയാളുടെ കാര്യസ്ഥനോട് ചില കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മാപ്പ് നീ ഇപ്പോ കനിമരുവിന്റെ കയ്യിലേൽപ്പിക്കണം, എന്നിട്ട് അവൻ തരുന്ന പണവും വാങ്ങി തിരിച്ചു പോരെ. പക്ഷെ നീ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ഒരു മാപ്പിന് പുറകെ നാട്ടിലുള്ള എല്ലാ കൊള്ളക്കാരും നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു കാര്യം പുറത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനവും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം കാര്യങ്ങൾ നീ മുന്നോട്ട് നീക്കാൻ എന്ന് പറയാണ്. എന്നിട്ട് ആ ഒരു മാപ്പ് അയാൾക്ക് കൊടുത്തു വിടുകയാണ്. ഇപ്പോ മറ്റൊരു സ്ഥലത്ത് പട്ടാള യൂണിഫോം ധരിച്ച കുറച്ചു പേർ അവിടെ ഒരു വീടിന് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവരെല്ലാരും തന്നെ കൊറിയയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ്. അവരിവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ ഹീറോയെ കാണാനാണ്. അവനെ നമുക്ക് ക്രിസ് എന്ന് വിളിക്കാം. ക്രിസ് ഒരു ബൗണ്ടി ഹണ്ടർ ആണ്. ബൗണ്ടി ഹണ്ടർ എന്ന് പറഞ്ഞാല് പോലീസുകാർക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ കഴിയാത്ത കുറ്റവാളികളെ വേട്ടയാടി പിടിച്ച് പോലീസിന് കൈമാറി അതിൽ നിന്ന് കിട്ടുന്ന പാരിതോഷികം കൊണ്ട് ജീവിക്കുന്നവരാണ് ബൗണ്ടി ഹണ്ടേഴ്സ്. ചുരുക്കി പറഞ്ഞ മനുഷ്യവേട്ടക്കാർ എന്ന് തന്നെ നമുക്ക് പറയാം. ക്രിസിനെ ഇപ്പോ കാണാൻ വന്ന ഈ ഒരു സ്ത്രീ പറയാണ്, ഞങ്ങൾക്കൊരു മാപ്പ് നീ കണ്ടുപിടിച്ച് കൊണ്ടുതരണം. അത് ഞങ്ങൾക്ക് ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാപ്പാണ്. അതുകൊണ്ട് തന്നെ അതൊരിക്കലും മിസ്സാക്കരുത്. ഞങ്ങളുടെ കയ്യിൽ എത്തിച്ചു കഴിഞ്ഞാൽ നീ ചോദിക്കുന്ന പണം ഞങ്ങൾ തരുന്നതാണ്. അതുകൂടി കേട്ട് കഴിഞ്ഞപ്പോൾ ക്രിസിന് ഹാപ്പിയായി. അവൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് ആ ഒരു മാപ്പിന് പുറകെയുള്ള യാത്ര അവിടെ തുടങ്ങുകയാണ്. ഇതേ സമയം തന്നെ ആ മാപ്പ് കൊടുത്തുവിട്ട നമ്മുടെ ധനികനായ ആ ഒരു വ്യക്തി ഉണ്ടല്ലോ, അയാള് ആ നാട്ടിലെ തന്നെ വളരെ കുപ്രസിദ്ധനായ ഒരു ഡോണിനെ കാണാനെത്തിയിരിക്കുകയാണ്. അവന് നമുക്ക് ഹാമർ എന്ന് വിളിക്കാം. ഈ ഒരു ധനികൻ ഹാമറിനോട് പറയാണ്, നാളെ മഞ്ചൂരിയയിലേക്ക് പോകുന്ന ആ ഒരു ട്രെയിനിൽ ഒരു ബാങ്കർ വരുന്നുണ്ട്. കനിമരു എന്നാണ് അവന്റെ പേര്. അവന്റെ കയ്യിൽ ഒരു മാപ്പ് ഉണ്ടാവും, അത് നീ മോഷ്ടിക്കണം. ഞെട്ടൊന്നും വേണ്ട, ഇയാൾ കൊടുത്തുവിട്ട അതേ മാപ്പ് തന്നെ. ആ ഒരു മാപ്പ് മോഷ്ടിച്ച് കഴിഞ്ഞാല് ആ ഒരു മാപ്പിന് കൊടുക്കാന്ന് പറഞ്ഞ ആ ഒരു പൈസ കനിമരുവിന്റെ അടുത്ത് നിന്ന് വാങ്ങുകയും ചെയ്യാം. മാപ്പ് മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മാപ്പ് തിരിച്ച് അവരുടെ കയ്യിലേക്ക് തന്നെ എത്തും. അതാണ് ഈ ഒരു ധനികന്റെ പ്ലാൻ. പക്ഷേ അയാളുടെ കൂടെ ജാപ്പനീസ് പട്ടാളക്കാരുണ്ടാവും. അതുകൊണ്ട് നീ വളരെയധികം ശ്രദ്ധിക്കണം എന്ന് പറയണം. ഇത് കേട്ടിട്ട് ഹാമർ ചിരിക്കുകയാണ്. അയാൾ നല്ലൊരു എമൗണ്ട് ഹാമറിന് ഓഫർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഹാമറും സന്തോഷത്തോടെ ആ ഒരു ജോലി ഏറ്റെടുത്തിട്ട് ആ ഒരു മാപ്പിന് പുറകെ അവന് ഇറങ്ങിത്തിരിക്കുകയാണ്. അവിടുന്ന് സീൻ കട്ടായിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കാണുന്നത് ആകാശത്തൂടെ പറന്നു വരുന്ന ഒരു കഴുകൻ. അതൊരു റെയിൽവേ ട്രാക്കിലേക്ക് പറന്നിറങ്ങാണ്. അവിടെ ചത്തുകിടന്ന ഏതോ ഒരു ജീവിയുടെ ശവശരീരം കൊത്തി വലിച്ചുകൊണ്ടിരിക്കുന്ന കാക്കകളെ ആട്ടിപ്പായിച്ച് അതും കൊത്തിയെടുത്ത് ട്രാക്കിന് പുറത്തേക്ക് പറന്നു. ആ ഒരു സമയത്ത് തന്നെ അതിവേഗത്തിൽ ചീറിപ്പാഞ്ഞു വന്നിരുന്ന ഒരു ട്രെയിൻ ആ ട്രാക്കിലൂടെ കടന്നു പോവാണ്. ഇപ്പൊ നമ്മൾ ഈ ട്രെയിനിന്റെ ഉള്ളിലേക്ക് കയറുകയാണെങ്കിൽ ഒരാള് ചായ, കാപ്പി, സമൂസ എന്നൊക്കെ പറഞ്ഞിട്ട് ട്രെയിനിന്റെ ഉള്ളിൽ കൂടെ വരുമല്ലോ ആളുകൾ. അതേപോലെ ഇങ്ങനെ കച്ചവടം നടത്തിക്കൊണ്ട് മുന്നോട്ടേക്ക് പോവാണ്. ആവശ്യക്കാർ ചോദിക്കുന്നുണ്ട്, പക്ഷെ ആശ നിന്ന് കൊടുക്കുന്നൊന്നുമില്ല, നേരെ നടന്നു പോവാണ് മുന്നിലേക്ക്. അങ്ങനെ അവൻ പോയി ഒരു ക്യാബിന്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞപ്പോ കയ്യിലുണ്ടായിരുന്ന ട്രേ എടുത്ത് കളഞ്ഞിട്ട് 2 തോക്കെടുത്ത് കൈ പിടിക്കുകയാണ്. എന്നിട്ട് ആ ഒരു ക്യാബിനിലേക്ക് ഇടിച്ചങ്ങ് കയറുകയാണ്. അവിടെ വന്നിരുന്ന 2 പട്ടാളക്കാരെ പട്ടേ എന്ന് പറഞ്ഞിട്ട് ഷൂട്ട് ചെയ്ത് കൊല്ലുന്നുണ്ട്. അതേ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു ഓഫീസർ ചാടി എണീക്കുന്നുണ്ട്. പക്ഷേ അവൻ അടുത്ത് നിന്നിരുന്ന 2 പെൺകുട്ടികളെ ഇടവും വലമായിട്ട് പിടിച്ചു നിർത്തിയിട്ട് അവരുടെ ഷോൾഡറിന്റെ ഇടയിൽ കൂടെ ഇവർക്ക് നേരെ തോക്ക് ചൂണ്ടി നിൽക്കുകയാണ്. ആ പട്ടാളക്കാരുടെ കൂടെ നിന്നിരുന്നത് മറ്റാരുമായിരുന്നില്ല, ജപ്പാനിൽ നിന്നെത്തിയ ആ ഒരു ബാങ്കർ കനിമരു ആയിരുന്നു. ഇപ്പോ ഈ വന്നിരിക്കുന്ന കൊള്ളക്കാരനാണ് നമ്മുടെ സെക്കൻഡ് ഹീറോ. ഇവനെ നമുക്ക് വില്ലി എന്ന് വിളിക്കാം. പക്ഷേ മുന്നിൽ നിൽക്കുന്ന ഇവര് ആരാണെന്നോ എന്താണെന്നോ നമ്മുടെ അണ്ണൻ ഒരു പിടുത്തമില്ല കേട്ടോ. ഇവൻ ഇതുപോലെ ലോക്കൽ കൊള്ളയൊക്കെ നടത്തി ജീവിക്കുന്ന ഒരു പാവം കൊള്ളക്കാരനാണ്. എന്താണോ കുന്തം വിഴിഞ്ഞ പോലെ നോക്കി നിൽക്കുന്നത്? ആ മേലെ ഇരിക്കുന്ന ബാഗ് എടുത്ത് താഴേക്കിട്. എന്താ കൊറിയൻ ഭാഷ അറിയില്ലേ? എന്നാ ഞാൻ ജാപ്പനീസിൽ പറയാം. എടോ, ആ മേലെ ഇരിക്കുന്ന ബാഗ് എടുത്ത് താഴേക്ക് ഇടാൻ. അവന്റെ ആ ഒരു ഭീഷണി കാരണം പട്ടാളക്കാര് അവിടെ ഉണ്ടായിരുന്ന ബാഗ് എടുത്തിട്ട് ഇവന്റെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോ ആ ഒരു ബാഗിന്റെ ഉള്ളിൽ എന്താണ് ഉള്ളതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇവൻ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പെൺകുട്ടീനോട് പറയുന്നുണ്ട്. അവള് മെല്ലെ കുനിഞ്ഞിരുന്നിട്ട് ആ ഒരു ബാഗ് മെല്ലെ തുറന്നു നോക്കുകയാണ്. തുറന്നു നോക്കുമ്പോൾ അതിൽ നിറച്ച് പണവും ജ്വല്ലറികളൊക്കെയാണ്. അത് കണ്ടപ്പോൾ അവന് സന്തോഷമാവുന്നുണ്ട്. തൊട്ടപ്പുറത്തിരുന്ന ഒരു ചെറിയ ബാഗ് കൂടി താഴേക്ക് ഇടാൻ വേണ്ടിയിട്ട് അവൻ വിളിച്ചു പറയാണ്. അത് കേട്ടിട്ട് ആ ഒരു പട്ടാളക്കാരൻ ആ ബാഗ് അവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു പെൺകുട്ടി അവിടെ വന്നിട്ട് ബാഗ് തുറന്നു നോക്കുന്ന സമയത്ത് അതിനുള്ളിൽ ഒരു ഗൺ ഉണ്ടായിരുന്നു. അപ്പോ അവള് മെല്ലെ പട്ടാളക്കാരൻ നോക്കുന്നുണ്ട്. പട്ടാളക്കാരെ എടുത്ത് വെടിവെക്കുക എന്നുള്ള രീതിയിൽ അവളെ നോക്കുകയാണ്. ഇതേ സമയത്ത് ട്രെയിനിന്റെ ട്രാക്കിലായിട്ട്
നമ്മുടെ ഹാമർ വന്ന് നിൽക്കുന്നുണ്ട്. അവൻ നിൽക്കുന്നതിന്റെ കുറച്ചകലെ കുറെ മരങ്ങളൊക്കെ കൂട്ടിയിട്ട് കത്തിച്ചിട്ടുണ്ട് ട്രാക്കിന്റെ മുകളിൽ. ഇത് കണ്ടിട്ട് ട്രെയിനിന്റെ പൈലറ്റ് ട്രെയിൻ ചവിട്ടി നിർത്തുകയാണ്. ട്രെയിൻ നിന്ന് അതേ സമയത്ത് തന്നെ ഹാമറിന്റെ ആളുകൾ ട്രെയിനിലേക്ക് ഇരച്ചു കയറാണ്. തോക്കുകളും കത്തികളുമായിട്ട് ട്രെയിനിന്റെ ഉള്ളിലേക്ക് ഇരച്ചു കയറി അവര് അക്രമം അഴിച്ചു വിടുകയാണ്. എന്നാൽ ട്രെയിൻ സഡനായിട്ട് ചവിട്ടി നിർത്തിയതിന്റെ ആ ഒരു ആഘാതത്തില് നമ്മുടെ വില്ലിന്റെ കയ്യിൽ നിന്ന് അറിയാതെ തോക്ക് ഫയർ ആയിട്ടുണ്ടായിരുന്നു. അത് അവന്റെ മുന്നിൽ നിന്നിരുന്ന ആ 2 പെൺകുട്ടികളുടെയും കനിമനുവിന്റെയും അയാളുടെ കൂടെ ഉണ്ടായിരുന്ന പട്ടാളക്കാരുടെയും മരണത്തിന് കാരണമാവാണ്. വില്ലിയും തെറിച്ചു വീണിട്ടുണ്ടെങ്കിലും അവന് കാര്യമായിട്ടൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവൻ ചാടി എണീറ്റിട്ട് അടുത്തുണ്ടായിരുന്ന ബാഗിൽ നിന്ന് കിട്ടിയ പണവും ഗോൾഡും എല്ലാം എടുക്കുകയാണ്. ഒരു മാപ്പ് അവിടെ കിടക്കുന്നത് അവൻ കാണുന്നുണ്ട്. അവന് ഒരു കൗതുകം തോന്നിയത് കൊണ്ട് അതും കയ്യിലെടുത്ത് വെച്ചു. ഇതേ സമയത്ത് ഹാമറിന്റെ ആ ഒരു ഗുണ്ടകള് പുറത്തുണ്ടായിരുന്ന ജാപ്പനീസ് പട്ടാളക്കാരോട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഒച്ചയും ബഹളമൊക്കെ കേട്ടിട്ട് വില്ലി ജനൽ വഴി പുറത്തേക്ക് നോക്കുന്നുണ്ട്, എന്താ അവിടെ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്തോ ഒരു വലിയ വള്ളി വരുന്നുണ്ടെന്ന് അവൻ അപ്പോഴാണ് മനസ്സിലായത്. എന്നാൽ ഇതേ സമയത്ത് ബൗണ്ടി ഹണ്ടറായ നമ്മുടെ ക്രിസ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവൻ ട്രെയിനിന്റെ മുകളിൽ കൂടെ ഓടി ഹാമറിന്റെ ഗുണ്ടകളെ ഓരോരുത്തരായിട്ട് വെടിവെച്ച് തീർത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവനിപ്പോ ട്രെയിനിന്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ അവൻ വന്നു നോക്കുന്ന സമയത്ത് ആ ഒരു കമ്പാർട്ട്മെന്റിൽ കനിമരു മരിച്ചു കിടക്കുന്നതാണ് അവൻ കാണുന്നത്. കുറച്ചു മുന്നേ അവിടെ എത്തിയ ഹാമറും ആ ഒരു കാഴ്ച കണ്ടിട്ടുണ്ടായിരുന്നു. അവന് മനസ്സിലായി ഈ ട്രെയിനിൽ കയറിയ ആരോ മാപ്പ് അടിച്ച് മാറ്റിയിട്ടുണ്ടെന്ന്. അതേപോലെ തന്നെ ഇപ്പോ ക്രിസിന് മനസ്സിലായിട്ടുണ്ട് ആ ഒരു മാപ്പ് നഷ്ടപ്പെട്ടു പോയിന്ന്. ഇപ്പൊ നോക്കുമ്പോ നിർത്തിയിട്ടിരുന്ന ട്രെയിൻ അതിവേഗത്തില് മുന്നോട്ടേക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത് ആരാണ് ഓണാക്കിയെന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് നോക്കുന്ന സമയത്ത് ഹാമർ കാണുന്നത് വില്ലി ഒരു ബോക്സുമായിട്ട് പുറത്തേക്ക് ഓടുന്നതാണ്. അപ്പൊ അത് കണ്ടപ്പോ തന്നെ ഹാമറിന് മനസ്സിലായി അവന്റെ കയ്യിലാണ് മാപ്പ് ഉള്ളതെന്ന്. എന്നാൽ ഇതേ സമയം ട്രെയിന് നല്ല വേഗത കൈവരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹാമറിന് അവിടെ ഇറങ്ങാൻ കഴിഞ്ഞില്ല. എന്നാലും അവൻ ട്രെയിനിൽ ഇരുന്നിട്ട് വില്ലിയെ ഉന്നം വെച്ച് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വെടിവെച്ച് കേട്ടിട്ട് ആരാണ് വെടിവെക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ക്രിസ് ജനൽ വഴി പുറത്തേക്ക് നോക്കുകയാണ്. പക്ഷെ ഇവൻ പുറത്തേക്ക് നോക്കുന്ന അതേ സമയത്ത് തന്നെ അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു സീറ്റിന്റെ സൈഡിൽ നിന്ന് ഒരാൾ മെല്ലെ പൊങ്ങി വരുന്നുണ്ടായിരുന്നു. അത് ഹാമറിന്റെ ഗ്യാങ്ങിലുള്ള ഒരു ഗുണ്ടയായിരുന്നു. ഈ ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് കൊറിയൻ ലാലേട്ടൻ എന്നറിയപ്പെടുന്ന ഡോൺലി ചായനാണ്. പുള്ളിന്റെ ഈ ഒരു ക്യാരക്ടറിന്റെ അപ്പിയറൻസ് ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആ ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ നൈസ് ആയിട്ടുണ്ട്. പക്ഷെ പുള്ളിക്ക് ഈ ഒരു സിനിമയിൽ വലിയൊരു ഇമ്പോർട്ടൻസ് ഉള്ള റോളല്ല കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെന്താണ് അങ്ങനെയാവോ? ഞാനൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വീഡിയോ ഒരുപാട് ആളുകളിലേക്ക് യൂട്യൂബ് എത്തിക്കും. അത് നമ്മുടെ ഈ ഒരു ചാനലിന് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. കൂടുതൽ വീഡിയോകൾ ചെയ്യാനായിട്ട് അതെനിക്കൊരു ഇൻസ്പിറേഷനും കൂടിയാവും. അപ്പൊ നമുക്ക് കഥയിലേക്ക് തന്നെ വരാം. വെടിശബ്ദം കേട്ടിട്ട് പുറത്തേക്ക് തലയിട്ട് നോക്കുന്ന ക്രിസ് കാണുന്നത് പുറത്തുകൂടെ ഓടി പോകുന്ന ആരോ വെടിവെച്ചിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹാമറിനെയാണ്. ഈ ഒരു ഹാമറിനെ നമ്മുടെ ക്രിസിന് നേരത്തെ പരിചയമുണ്ട്. ഹാമർ ഒരു ഡോൺ ആണല്ലോ. അവന്റെ തലയ്ക്ക് ഗവൺമെന്റ് നല്ല എമൗണ്ട് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്തായാലും മാപ്പോ പോയി ഇവനെങ്കിലും പിടിച്ചു കൊടുത്ത് കുറച്ച് പൈസ വാങ്ങാന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ക്രിസ് ഇപ്പോ ഹാമറിനെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. എന്നാൽ ഹാമറും തിരിച്ച് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ക്രിസും ഹാമറും കൂടി ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്രിസിന്റെ ബുള്ളറ്റ് തീർന്ന സമയത്ത് അവൻ വേഗം ട്രെയിനിന്റെ ഉള്ളിലേക്ക് തല വലിക്കുന്നുണ്ട്. അപ്പോഴാണ് അവൻ കാണുന്നത് അവനെ തന്നെ നോക്കി നിൽക്കുന്ന ഡോൺലി ചായനെ. ഡോൺലി ചായൻ ക്രിസിന്റെ കഴുത്തിന് പിടിച്ചിട്ട് അവനെ പുറത്തേക്ക് വലിച്ചൊരൊറ്റ എയറാണ്. അവനിപ്പോ വന്ന് വീണേക്കുന്നത് വില്ലി ഓടിപ്പോകുന്ന ആ ഒരു ഭാഗത്തേക്കാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു മാപ്പ് വില്ലിന്റെ കയ്യിലുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അവൻ വില്ലിനെ ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങി. ക്രിസ് ബാക്കിന്ന് വില്ലിനെ ഒരുപാട് ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലും വില്ലിയുടെ മേത്ത് അതൊന്നും കൊള്ളുന്നില്ല. അതേ സമയത്ത് അങ്ങോട്ട് പറന്നെത്തിയ ഒരു ബൈക്കുകാരൻ വില്ലിയും കയറ്റിയിട്ട് അവിടുന്ന് അതിവേഗത്തിൽ പാഞ്ഞു പോവാണ്. അത് വില്ലിയുടെ ഫ്രണ്ടായിരുന്നു. ഇതേ സമയത്താണ് ക്രിസ് വില്ലി എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നിങ്ങനെ ഓർക്കുന്നത്. അവൻ ഉടനെ അവന്റെ കയ്യിലുണ്ടായിരുന്ന പിടികിട്ടാപ്പള്ളികളുടെ കുറച്ച് ഫോട്ടോസ് ഉണ്ടായിരുന്നു. ആ ഫോട്ടോസ് എടുത്ത് മറിച്ച് നോക്കാൻ തുടങ്ങി. അപ്പൊ നോക്കുമ്പോ അതാ വില്ലിന്റെ ഫോട്ടോയും അതിലുണ്ട്. മാത്രല്ല ആ ഒരു മാപ്പും അവന്റെ കയ്യിലുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആഹാ, ഒരു വെടിക്ക് 2 പക്ഷി. അങ്ങനെ വില്ലിയെ ഫോളോ ചെയ്യാൻ തന്നെ ക്രിസ് തീരുമാനിക്കുകയാണ്. ഇതേ സമയത്ത് കുറച്ചകലെയായി കൊള്ളക്കാരുടെ ഒരു സംഘം തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സംഘത്തിന്റെ തലവനിപ്പോ അവന്റെ കൂട്ടാളിയോട് ചോദിക്കാണ്, അവിടെ എന്തോ ഒരു ബഹളം നടക്കുന്നത്, നീ ഒന്ന് നോക്കുന്ന പറയാണ്. അപ്പൊ ബൈനോക്കുലർ എടുത്തിട്ട് ആ ഒരു കൂട്ടാളി നോക്കുന്ന സമയത്ത് ക്രിസിനെയും അതുപോലെ തന്നെ വില്ലിയെയും കാണാണ്. എന്നാൽ ട്രെയിനിൽ ഇരുന്നിട്ട് ഇതേ സമയത്ത് തന്നെ ഹാമറും ഇവരെ വെടിവെക്കുന്നുണ്ട്. ഇതും കൂടി കണ്ടു കഴിഞ്ഞപ്പോ നമ്മുടെ തലവന് മനസ്സിലായി ആ ഒരു മുമ്പിൽ പോകുന്ന അവന്റെ കയ്യിൽ എന്തായാലും മാപ്പ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഇത്ര ആൾക്കാർ അവനെ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഒരു മാപ്പ് നമുക്ക് സ്വന്തമാക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വില്ലിന്റെ പുറകെ ഈ ഒരു ടീമും കൂടി വരികയാണ്. ഇവിടുന്ന് സീൻ കട്ടായി കഴിഞ്ഞാല് നമ്മൾ കാണുന്നത് ഒരു ഹോട്ടലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വില്ലിയും അവന്റെ ഫ്രണ്ടുമാണ്. ഈ ഒരു ഫ്രണ്ടാണ് അവൻ അവിടെ നിന്ന് രക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ വില്ലി അവന് കുറച്ച് പണമൊക്കെ കൊടുത്തിട്ട് ഈ ഒരു മാപ്പും കൂടി അവന് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഈ ഒരു മാപ്പ് കണ്ടപ്പോ തന്നെ വില്ലിന്റെ ഫ്രണ്ട് പറയുന്നുണ്ട്, എടാ ഇതൊരു നിധിയിലേക്കുള്ള മാപ്പാണ്. നമ്മളെ നാട്ടിലുള്ള എല്ലാവരും ഈ ഒരു മാപ്പിന്റെ പുറകെയാണ്. ടൺ കണക്കിന് സ്വർണ്ണാണ് ഈ ഒരു നിധിയിലുള്ളതെന്നാണ് എല്ലാരും പറയുന്നത്. ഒരു കാര്യം ചെയ്യും, നീ വാ, നമുക്ക് ഇപ്പൊ തന്നെ ഈ ഒരു മാപ്പ് ഗോസ്റ്റ് മാർക്കറ്റിൽ കൊണ്ട് വിൽക്കാം.
നല്ലൊരു എമൗണ്ട് എങ്ങനെ പോയാലും കിട്ടും, അതുകൊണ്ട് നമുക്ക് സെറ്റ് ആവാന്ന് പറയാണ്. പക്ഷെ ഇതേ സമയത്ത് വില്ലി പറയാണ്, എടാ മണ്ട, ഇതൊരു നിധിയിലേക്കുള്ള മാപ്പ് ആണെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ ഈ മാപ്പ് വിൽക്കുന്നത്, നേരെ പോയിട്ട് ആ നിധി അങ്ങ് എടുത്താൽ പോരെ. അതൊക്കെ ഭയങ്കര റിസ്ക് പിടിച്ച പരിപാടിയാണ്, നമുക്കിത് ആ ഒരു ഗോസ്റ്റ് മാർക്കറ്റിൽ കൊണ്ട് വിൽക്കാം, എങ്ങനെ പോയാലും ഒരു 1000 ഫോൺ കിട്ടും, അതുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് നടക്കാനേ. പക്ഷെ ഇത് വില്ലി സമ്മതിക്കുന്നില്ല. വില്ലി പറയാണ്, നമുക്ക് എന്തായാലും ആ ഒരു നിധി കണ്ടുപിടിക്കാൻ വേണ്ടി പോവാന്ന് പറയാണ്. അങ്ങനെ ലാസ്റ്റ് ഫ്രണ്ട് സമ്മതിക്കാണ്. അപ്പോ ഫ്രണ്ടിന്റെ അടുത്ത് വില്ലി പറയാണ്, നീ ഒരു കാര്യം ചെയ്യും, ഈ ഒരു മാപ്പിനെ പറ്റിയിട്ടില്ലേ കൂടുതൽ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് വാ എന്ന് പറഞ്ഞിട്ട് അവൻ അടിച്ചു മാറ്റിയ കുറച്ച് സാധനങ്ങൾ വിൽക്കാനായിട്ട് ഈ ഒരു ഫ്രണ്ടിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നുണ്ട്. അപ്പൊ പോകുന്ന സമയത്ത് ഈ ഒരു മാപ്പ് അവൻ കയ്യിലെടുക്കാൻ നോക്കുന്നുണ്ട്. അതേ സമയത്ത് വില്ലി ഈ മാപ്പ് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പൊ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്നെ വിശ്വാസം ഇല്ലടാന്ന് ചോദിക്കുന്നുണ്ട്. ഇതിന്റെ പുറകെ ഒരുപാട് ആൾക്കാർ നടക്കുന്നുണ്ടെന്നല്ല നീ പറഞ്ഞത്, അത് നിന്റെ ജീവൻ തന്നെ ആപത്തായിരിക്കും, അതുകൊണ്ട് ഈ ഒരു സാധനം ഞാൻ തന്നെ സൂക്ഷിച്ചോളാന്ന് പറയുന്നുണ്ട്. എന്തായാലും നീ വേഗം പോയിട്ടോ, എനിക്ക് എന്തായാലും കുറച്ചു നേരം ഒന്ന് കിടന്നുറങ്ങണമെന്ന് പറഞ്ഞിട്ട് വില്ലി ഇപ്പോ അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു മോട്ടറിലേക്ക് വന്നേക്കാണ്. അവൻ ആ ഒരു മാപ്പൊക്കെ നോക്കിയിട്ട് അങ്ങനെ കിടക്കാണ്. കുറെ നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അവൻ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് എന്തോ ഒരു ശബ്ദം കേട്ടിട്ട് അവൻ എണീറ്റ് അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന തോക്ക് എടുത്തിട്ട് വാതിലിലേക്ക് ചൂണ്ടിയിട്ട് ഇങ്ങനെ കാതോർത്ത് നിൽക്കുകയാണ്. ഇതേ സമയത്ത് നേരത്തെ വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു തലവന്റെ ആളുകള് വില്ലിയുടെ റൂമിന്റെ പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട്. വില്ലി ചോദിക്കുന്നുണ്ട്, ആരാ പുറത്തുള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ ഈ പുറത്ത് വന്ന് നിൽക്കുന്ന തലവന്റെ ആളുകള് അറിയാതെ പേര് പറഞ്ഞു പോവാണ്. അത് കേട്ടപ്പോ തന്നെ വില്ലിക്ക് മനസ്സിലായി ഈ ഒരു മാപ്പ് അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് അമ്മര് വന്നേക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ വില്ലി നൈസായിട്ട് അവിടുന്ന് ചാടി ഇറങ്ങിയിട്ട് മെല്ലെ ജനലിൽ കൂടെ ഇറങ്ങി ആ റൂമിൽ നിന്ന് എസ്കേപ്പ് ആയിട്ട് അടുത്ത റൂമിലേക്ക് പോയി കയറുകയാണ്. ഇതേ സമയത്ത് തന്നെ ആ ഒരു തലവന്റെ ആൾക്കാര് വാതിൽ വെടിവെച്ച് തുറന്നിട്ട് ഉള്ളിലേക്ക് ചാടി കിടന്ന് നോക്കുന്നുണ്ട്. പക്ഷെ വില്ലിനെ അവിടെ കാണുന്നില്ല. വില്ലി ഇതേ സമയത്ത് തന്നെ പുറത്തുകൂടെ മെല്ലെ മെല്ലെ നീങ്ങി അടുത്ത റൂമിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് നോക്കുമ്പോഴാണെങ്കിൽ വേറെ ചില കലാപരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു പെണ്ണ് വില്ലീനെ തലയെണ്ണയൊക്കെ വെച്ചിട്ട് അടിക്കുന്നുണ്ട്. അയ്യോ ചേച്ചി തല്ലല്ലേ, ഒരു അത്യാവശ്യം വന്നപ്പോൾ കൂടി ചാടി കയറിയതാണ്, ഞാൻ ഇപ്പൊ തന്നെ പൊക്കോളാം, നിങ്ങളെ ഞാൻ ശല്യപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആശാന അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. പുറത്തിറങ്ങി നോക്കുന്ന സമയത്ത് ആ ഒരു തലവന്റെ കുറച്ച് ഗുണ്ടുകൾ അവിടെ ഉണ്ടായിരുന്നു. ഇവരുടെ അടുത്ത് ഫൈറ്റ് ചെയ്തിട്ട് ഒരു വിധത്തില് വില്ലി അവിടെ നിന്ന് രക്ഷപ്പെടാണ്. ഇവിടുന്ന് ഇപ്പൊ സീൻ കട്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്നത് ആ ഒരു ധനികന്റെ വീട്ടിലേക്ക് എത്തിക്കുന്ന ഹാമറിനെയാണ്. ആ ഒരു മാപ്പ് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇയാളുടെ അടുത്തേക്ക് വന്നേക്കാണ്. അപ്പൊ ഇയാൾ നല്ല രീതിയിൽ തന്നെ അവനെ വഴക്ക് പറയുന്നുണ്ട്. ദേഷ്യം പിടിച്ചിട്ട് ഈ ഒരു ധനികൻ ആ ഒരു ഗണ്ണ് എടുത്തിട്ട് ഇവനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങാണ്. ഇതേ സമയത്ത് തന്നെ അവന്റെ കയ്യിലിരുന്ന ഒരു കത്തി എടുത്തിട്ട് ഹാമർ തിരിഞ്ഞിട്ട് ആ ഒരു ധനികന്റെ കഴുത്തിന്റെ പുറകിലായിട്ട് തന്നെ നല്ലൊരു കുത്തു കൊടുക്കുന്നുണ്ട്. സ്പോട്ടിൽ തന്നെ അയാൾ അവിടെ മരിച്ചു വീഴാണ്. അങ്ങനെ ഹാമർ പോയിട്ട് അയാളുടെ ലോക്കർ തുറന്നു നോക്കുന്ന സമയത്ത് അതിൽ ഒരുപാട് പണവും സ്വർണവും അതുപോലെ തന്നെ ഒരു കിഴിയും ഉണ്ടായിരുന്നു. ആ കിഴി തുറന്നു നോക്കുന്ന സമയത്ത് അതിലാണെങ്കിൽ ഫുള്ള് വൈരങ്ങളായിരുന്നു. അവനത് മെല്ലെ എടുത്ത് അവന്റെ പോക്കറ്റിലേക്ക് ഇടുന്നുണ്ട്. ഇതേ സമയത്താണ് നമ്മുടെ ഡോൺലി ചായൻ അങ്ങോട്ട് വരുന്നത്. എന്നാൽ ആ ഒരു മോട്ടറിൽ വെച്ചിട്ട് ഗൺ ഫൈറ്റ് നടന്നിട്ടുണ്ടായിരുന്നു എന്നിങ്ങനെ ഡോൺലി ചായൻ പറയാണ്. തീർച്ചയായിട്ടും മാപ്പ് കയ്യിലുള്ള അവനെ വേറെ ഏതെങ്കിലും ഗ്യാങ് ആക്രമിച്ചായിരിക്കും, അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് അവൻ ആരാന്ന് കണ്ടുപിടിക്കുന്നു പറഞ്ഞിട്ട് ഹാമർ ഡോൺലി ചായനെ വിടുകയാണ്. പിറ്റോസിന്റെ രാവിലെ തന്നെ ഫ്രണ്ടിനെ കാണാനായിട്ട് വില്ലി ആ ഒരു ഗോസ്റ്റ് മാർക്കറ്റിൽ എത്തിയിട്ടുണ്ടായിരുന്നു. വില്ലിയുടെ ഫ്രണ്ടിന്റെ വീട് ആ ഒരു മാർക്കറ്റിലാണ്. പക്ഷേ അവൻ നടന്നു പോകുന്ന സമയത്ത് അവൻ അറിയാതെ അവന്റെ പുറകെ കൊള്ളസംഘത്തിലെ ആളുകൾ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ വില്ലി അവിടെ കുറച്ച് താറാവുകൾ ഉണ്ടായിരുന്നു. ആ താറാവുകളൊക്കെ തട്ടി മാറ്റിയിട്ട് ആ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് കയറാണ്. കയറി ചെന്നപ്പോ തന്നെ ഫ്രണ്ട് അവിടെ ഉണ്ട്. ഫ്രണ്ടിന്റെ മുത്തശ്ശി അവിടെ ഇരിക്കുന്നുണ്ട്. അവർക്ക് ഒരു 90 വയസ്സിന്റെ അടുത്ത് ആയിട്ടുണ്ട്. ഓർമ്മയൊക്കെ തീരെ കുറവാണ്. എന്നാലും വില്ലി അവരുടെ അടുത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണ്. എന്നിട്ട് പറയാണ്, നിങ്ങൾ ഇനിയും കുറെ കാലം ജീവിക്കും മുത്തശ്ശി, ഞാൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിലും മുത്തശ്ശി എപ്പോഴും ജീവനോടെ ഉണ്ടാവും പറഞ്ഞിട്ട് ഒരു തമാശയൊക്കെ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് നടന്ന് ഫ്രണ്ടിന്റെ അടുത്തേക്ക് വരാണ്. എന്നിട്ട് ആ ഒരു മാപ്പ് വെച്ചിട്ട് അതിലുള്ള കാര്യങ്ങളൊക്കെ ഇവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് തന്നെ പുറത്ത് ഒരുപാട് ആളുകളുടെ ഒച്ചയനക്കൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ അവര് നോക്കുന്ന സമയത്ത് ഇവര് നിൽക്കുന്ന ആ ഒരു വീടിന്റെ ടെറസിന്റെ മുകളിൽ നിന്ന് എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നുണ്ട്. വില്ലി പുറത്തേക്ക് നോക്കുന്ന സമയത്ത് പുറത്തുനിന്ന് ഒരുത്തൻ ഒരു കയറിൽ തൂങ്ങിയിട്ട് ഇവര് നിന്നോണ്ടിരുന്ന ആ റൂമിന്റെ ജനൽ ചില്ലുകൾ പൊളിച്ചിട്ട് അകത്തേക്ക് വന്ന് കയറുകയാണ്. വന്ന് കയറിയ ഉടനെ വില്ലി അവനെ വെടിവെച്ച് പുകച്ച് കളയുന്നുണ്ട്. എന്നാൽ പുറത്ത് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇവര് മിഷ്യൻ കണ്ണ് വെച്ചിട്ട് ചറ പറന്ന് ഈ റൂമിലേക്ക് വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. വില്ലിയും അവന്റെ ഫ്രണ്ടും കൂടിയിട്ട് നല്ല രീതിയിൽ തന്നെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. പുറത്ത് ഒരുപാട് ആളുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് അധികം നേരം പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഇതിന്റെ ഇടയ്ക്കാണ് അവരുടെ ആ ഒരു മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നത്. ഇവിടെ സേഫ് അല്ല മുത്തശ്ശി, മുത്തശ്ശി എന്റെ കൂടെ വാന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിനെ പിടിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു അലമാരന്റെ ഉള്ളിൽ ഇരുത്തിയിട്ട് ആ ഒരു മുത്തശ്ശിക്ക് ഇവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു മാപ്പ് എടുത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, നിങ്ങൾ ഇത് സുരക്ഷിതമായിട്ട് കയ്യിൽ വെക്കണം, ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് വന്ന് ചോദിക്കുന്ന സമയത്ത് എനിക്ക് തന്നാ മതി എന്ന് പറഞ്ഞിട്ട് വില്ലി അവിടെ നിന്ന് നൈസായിട്ട് എസ്കേപ്പ് ആവാണ്. അങ്ങനെ വില്ലി അവന്റെ ബൈക്ക് എടുത്തിട്ട് ആ ഒരു മാർക്കറ്റിന്റെ പുറത്തേക്ക് രക്ഷപ്പെട്ടു പോവായിരുന്നു. എന്നാല് നമ്മുടെ ബൗണ്ടി ഹണ്ടർ ഇവനെ വെയിറ്റ് ചെയ്തിട്ട് ആ ഒരു മാർക്കറ്റിന് പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഇവനെ കണ്ടതും ക്രിസ് അവന്റെ ഒരു ബൈക്കിലേക്ക് ഷൂട്ട് ചെയ്യുന്നുണ്ട്. വീട്ടിൽ കൊണ്ടതും നമ്മുടെ ആശാൻ അത് തെറിച്ചു തെറ്റി താഴെ കിടക്കുന്നു. ഇപ്പോ അവന്റെ അടുത്തേക്ക് ക്രിസുമല്ലേ നടന്നു വരുന്നുണ്ട്. ക്രിസിനെ കണ്ടപ്പോ വില്ലി പറയാണ്, നിങ്ങളെ എനിക്ക് എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ, നീ ആ ഒരു ബൗണ്ടി ഹണ്ടർ അല്ലേ, നീ എന്നെ പിടിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണോ, എന്റെ തലയ്ക്ക് എത്രയാണ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവന്റെ ഒരു എമൗണ്ട് പറയുന്നുണ്ട്. ആ ഒരു എമൗണ്ട് കേട്ടിട്ട് ഇത്രയേ ഉള്ളോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതിനൊക്കെ വേണ്ടിയിട്ടാണോ നിങ്ങൾ എന്നെ പിടിച്ചു കൊടുക്കുന്നത്, നിങ്ങൾ വിട്ടേക്ക്, എന്നെ ഇപ്പൊ വിടുകയാണെന്നുണ്ടെങ്കിൽ എന്റെ കയ്യിലൊരു മാപ്പ് ഉണ്ട്, അതൊരു നിധിയിലേക്കുള്ള ഒരു മാപ്പാണ്. ആ ഒരു മാപ്പ് എടുത്തിട്ട് നമുക്ക് സ്വർണം 60-40 എന്നുള്ള പെർസെന്റേജിൽ വീതിക്കാം, 40 നിൽക്കും 60 നിൽക്കും, എങ്ങനെയുണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഈ ഒരു സീൻ കട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്നത് ക്രിസ് അവന്റെ ആ ഒരു കുതിരേന്റെ ബാക്കിൽ വില്ലീനെ കെട്ടിയിട്ടിട്ട് വലിച്ചു കൊണ്ടുപോവാണ്. അങ്ങനെ ഒരു പോയി ക്രിസിന്റെ ആ ഒരു വീട്ടിലെത്തിയിട്ടുണ്ട്. അവിടെ ചെന്നപ്പോ തന്നെ അവിടെ ഭിത്തിയിൽ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കൊളുത്തിലേക്ക്
ഇവന്റെ ഈ ഒരു കയറ് കെട്ടി വെക്കുകയാണ്. എന്നിട്ട് പറയാണ്, നീ നല്ലോണം കിടന്ന് ഉറങ്ങിക്കോ, നാളെ നമുക്ക് കുറച്ച് അധികം പണിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ റൂമിൽ നിന്ന് പോവാണ്. അതേ സമയത്ത് അങ്ങോട്ടേക്ക് വന്ന ക്രിസിന്റെ വീട്ടിലുണ്ടായിരുന്ന ആ ഒരു പെൺകുട്ടിയോട് വില്ലി ചോദിക്കുന്നുണ്ട്, കുടിക്കാൻ കുറച്ച് വെള്ളം കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ട്. അതേ സമയത്ത് ഇവള് പോയിട്ട് അവന് കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് കൊടുക്കുകയാണ്. ആ ഒരു വെള്ളം ഇവന്റെ കൈയും കാലൊക്കെ കെട്ടിയിട്ടേക്കുന്ന കാരണം അവന്റെ വായിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ക്രിസ് അവളെ വിളിക്കുന്നതുകൊണ്ട് ആ ഒരു വെള്ളം നിലത്ത് വെച്ചിട്ട് അവൾ പോവാണ്. ഈ സമയത്ത് വില്ലിയാണെങ്കിൽ മുഖം അതിലേക്ക് അമർത്തി വെച്ചിട്ടാണ് അവൻ ആ വെള്ളം കുടിക്കുന്നത്. വെള്ളമൊക്കെ കുടിച്ച് ദാഹമൊക്കെ തീർന്നു കഴിഞ്ഞപ്പോ വില്ലി വിചാരിക്കാണ്, ഇവനെന്ത് മണ്ടനാണ്, എന്നെ കെട്ടിയിട്ടേക്കുന്ന ഈ ഒരു കൊളുത്തിലാണോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു കൊളുത്ത് നൈസായിട്ട് ഊരിയെടുക്കാണ്. കൊളുത്ത് ഊരി കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവൻ എല്ലാ റൂമിന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ കയ്യിലത്തെ കെട്ടൊന്നും അടിക്കാൻ അവന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു വിധത്തിൽ ചിരിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെടാൻ തുടങ്ങുകയാണ്. അവൻ കുറച്ചു ദൂരം ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പുറത്ത് അതാ ഒരു 2-3 ആൾക്കാർ ഇരിക്കുന്നു. നോക്കുമ്പോ ക്രിസും അവന്റെ ഫാമിലിയാണ്. നിങ്ങൾ എന്നെ കെട്ടിയിട്ട് ആ ഒരു ആണില്ലേ, അത് ഇളകി പോന്നു, അത് വന്നിട്ട് അടിച്ചു വെക്കി, ഞാനത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നേന്ന് പറയാണ്. അപ്പൊ ക്രിസ് പറയാ, ഓ ഞാൻ കരുതി നീ രക്ഷപ്പെട്ടു പോകണമെന്ന്. അപ്പൊ വില്ലി പറയുന്നുണ്ട്, ഞാനങ്ങനെ രക്ഷപ്പെട്ടു പോ, നിങ്ങൾ എന്താ ഈ പറയുന്നത്, അപ്പൊ അതൊന്ന് വന്നിട്ട് സെറ്റ് ആക്കി വെക്കെന്ന് പറയുന്നുണ്ട്. അപ്പൊ ക്രിസ് പറയാണ്, ശരി ശരി, നീ ആ റൂമിൽ പോയിട്ട് കിടന്നുറങ്ങിക്കോ, നാളെ നമുക്ക് കുറച്ചധികം പണിയുള്ളതാണെന്ന് പറഞ്ഞിട്ട് വില്ലിനെ അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ്. എന്നാൽ ഇതേ സമയത്ത് ഹാമറിന്റെ ഒരു കൂട്ടാളി വന്നിട്ട് ഹാമറിനോട് പറയാണ്, ആ ഒരു മാപ്പ് അടിച്ചു മാറ്റിയവനെ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് വേറെ ആരുമല്ല വില്ലിയാണെന്ന്. ആ ഒരു പേര് കേട്ടപ്പോ തന്നെ ഹാമർ ഒന്നും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രി ഹാമർ കിടന്നുറങ്ങുന്ന സമയത്ത് വില്ലിയുടെ മുഖം സ്വപ്നം കണ്ടിട്ട് ഇവൻ ഉറക്കത്തിന് ചാടി എണീക്കാണ്. എന്നിട്ട് അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു വാളെടുത്തിട്ട് നേരെ ഒരു ഡോറിന്റെ മുകളിലേക്ക് എറിഞ്ഞു പിടിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ദേഷ്യം തീരാതെ അവിടുന്ന് ഒരു ഗൺ എടുത്തിട്ട് ആ ഒരു വാളിന്റെ പിടിയിലേക്ക് തുരുതുരാന്ന് വെടിവെച്ചോണ്ടിരിക്കുകയാണ്. ഈ സൗണ്ട് ഒച്ചപ്പാടൊക്കെ കേട്ടിട്ട് റൂമിന് പുറത്തുണ്ടായിരുന്ന അവന്റെ കാവൽക്കാർ ഓടി വരുന്നുണ്ട്. അപ്പൊ ഇവനിങ്ങനെ ടെൻഷനായിട്ട് നിൽക്കുന്നതാണ് കാണുന്നത്. അപ്പോ ഇവനും വില്ലിയും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന് നമുക്ക് അവിടുന്ന് മനസ്സിലാവുന്നുണ്ട്. അവിടുന്ന് സീൻ കട്ടായി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഈ ഒരു മാപ്പ് എടുക്കാനായിട്ട് വില്ലിനെ കൂട്ടിയിട്ട് അവന്റെ ആ ഒരു മുത്തശ്ശിയുടെ വീട്ടിലേക്ക് ക്രിസ് ഇപ്പൊ വന്നേക്കാണ്. ഇവിടെ വന്ന് നോക്കുന്ന സമയത്ത് സാധനങ്ങളൊക്കെ ഫുള്ള് ചെതറി അലമ്പായി കിടക്കാണ്. മുത്തശ്ശിനെ നോക്കിയിട്ട് കാണുന്നില്ല. അപ്പൊ വില്ലിക്ക് ടെൻഷൻ ആവുന്നുണ്ട്. വില്ലി ആ ഒരു അലമാരയിൽ പോയി നോക്കുന്ന സമയത്ത് മുത്തശ്ശി എപ്പോഴും അവിടെ തന്നെ ഇരിക്കുകയാണ്. ഓ, നിങ്ങൾ ഇപ്പോഴും ഇവിടെ ഇരിക്കണോ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ആ ഒരു മാപ്പ് ചോദിക്കുകയാണ്. പക്ഷെ മുത്തശ്ശിന്റെ കയ്യിൽ ആ ഒരു മാപ്പ് ഉണ്ടായിരുന്നില്ല. ചോദിച്ചപ്പോ പറഞ്ഞു മുത്തശ്ശിന്റെ കൊച്ചുമോൻ ആ ഒരു മാപ്പ് വാങ്ങി മുങ്ങിയിട്ടുണ്ട്. അതായത് ഇവന്റെ ഫ്രണ്ട് തന്നെ ആ ഒരു മാപ്പ് വാങ്ങിയിട്ട് നൈസായിട്ട് മുങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ കാണുന്നത് വില്ലിയുടെ ഫ്രണ്ട് ആ ഒരു മാപ്പ് ഈ ഒരു കൊള്ളത്തലവിനെ വിറ്റിട്ട് കിട്ടിയ പൈസ വാങ്ങിയിട്ട് ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. അതേ സമയത്ത് കൊള്ളത്തലവൻ പറയുന്നുണ്ട്, ഇതെങ്ങനെ ഉടായിപ്പാണെങ്കിൽ തിരിച്ചു വന്നിട്ട് നിന്നെ ഞാൻ തീർക്കൂട്ടോ എന്ന് പറയുന്നുണ്ട്. അതങ്ങനെ ഒന്നല്ല, ഒറിജിനൽ സാധനമാണ് ഫ്രണ്ട് പറയുന്നുണ്ട്. ഈ ഒരു മാപ്പ് പോയിട്ട് കൊള്ളസംഘത്തിന്റെ തലവൻ അവിടെ നിന്ന് പോവാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹാമർ അങ്ങോട്ട് വരുന്നുണ്ട്. ഈ ഫ്രണ്ട് ഇരിക്കുന്ന ആ ഒരു ടേബിളിന്റെ അടുത്ത് വന്നിരിക്കുകയാണ്. എന്നിട്ട് അവന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിന്റെ അടുത്ത് ഒരു മാപ്പ് ഉണ്ടായിരുന്നല്ലേ, അത് മര്യാദയ്ക്ക് എനിക്ക് തന്നേക്കെന്ന് പറയാം. ഈ ഒരു ഫ്രണ്ടിന് ഹാമർ ആരാണെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതൊക്കെ ചോദിക്കാൻ നീ ഏതാ ഓളെന്ന് ചോദിക്കുന്നുണ്ട്. അത് കേട്ട് കഴിഞ്ഞപ്പോ നമ്മുടെ ഹാമർ നല്ല കലിപ്പ് വന്നു കേട്ടോ. അവനെ എടുത്തിട്ട് കുത്താണ്. എന്നിട്ട് അവന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് മാപ്പ് എവിടെയെന്ന്. അപ്പൊ അതേ സമയത്ത് തന്നെ മാപ്പ് അവർ കൊള്ളത്തലവനെ വിറ്റോന്ന് ഫ്രണ്ട് പറയാണ്. അത് കേട്ടിട്ട് വില്ലിക്കാണെങ്കിൽ പ്രാന്തളകി വരുന്നുണ്ട്. അവൻ ഫ്രണ്ടിനെ എടുത്ത് കുത്തിയിട്ട് പുറത്തേക്ക് വലിച്ചെറിയാണ്. പുറത്ത് വന്ന് വീണ അവന്റെ അടുത്തേക്ക് ഹാമർ മെല്ലെ നടന്നു വന്നിട്ട് അവന്റെ അടുത്ത് പറയാണ്, ഞാൻ അടിച്ചു കൊല്ലുന്നവന്മാരൊക്കെ ഈ ഒരു പെരുവിരൽ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും എന്ന് പറഞ്ഞിട്ട് അവന്റെ വിരൽ മുറിക്കാൻ വേണ്ടി തുടങ്ങാണ്. അതേ സമയത്താണ് നമ്മുടെ വില്ലിയും ക്രിസും അങ്ങോട്ടേക്ക് വരുന്നത്. അവന്മാര് ഹാമറിന്റെ സംഘത്തിന് നേരെ തുരുതുരാന്ന് വെടിവെച്ചുകൊണ്ടാണ് അങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ചെതറാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഫ്രണ്ടിനെ അവിടെ ഇട്ടിട്ട് എല്ലാവരും ചെതറി ഓടുകയാണ്. ഹാമറിന്റെ ഗ്യാങ്ങും തിരിച്ച് ഇതേപോലെ വെടിവെക്കുന്നുണ്ട്. അങ്ങനെ ഒരു പൊരിഞ്ഞ ഫൈറ്റ് തന്നെയാണ് കേട്ടോ അവിടെ നടക്കുന്നത്. ഇവന്മാരെല്ലാം ചെതറി ഓടി ആ ഒരു ഗ്യാപ്പില് വില്ലി വേഗം ഓടി ചെന്നിട്ട് അവന്റെ ഫ്രണ്ടിനെ വലിച്ചെടുത്തിട്ട് ഒരു ബിൽഡിങ്ങിന്റെ സൈഡിൽ കൊണ്ട് ഇരുത്താണ്. നീ ഇവിടെ ഇരിക്കുക, ഈ ഒരു മാർക്കറ്റിന്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയാ പുറത്ത് കിടക്കാന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വില്ലി അവിടെ നിന്ന് പോവാണ്. അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിൽ കൂടെ പുറകിലേക്ക് ഇങ്ങനെ ഓടുകയാണ്. കൂടെ ക്രിസ് കൊണ്ട് അവർ രണ്ടുപേരും കൂടിയിട്ട് ഒരു ഇടനാഴി വഴിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സ്ഥലത്തെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരുടെ നേരെ തുരുതുരാന്ന് അപ്പുറത്തെ സൈഡിൽ നിന്ന് വെടിവെക്കുന്നുണ്ട്. അങ്ങനെ അവരവിടെ സ്റ്റോപ്പായി നിൽക്കുകയാണ്. നോക്കുന്ന സമയത്താണെങ്കിൽ ആ ഒരു മാർക്കറ്റിന്റെ എല്ലാ ഭാഗത്തും ഈ ഒരു ഹാമറിന്റെ ആൾക്കാരുണ്ട്. അപ്പൊ ഇവരെ തീർക്കാണ്ട് ഇനി അവിടുന്ന് പോകാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് വില്ലിയും ക്രിസും കൂടി ഒരു പ്ലാൻ ഇടാണ്. ഇവർ നിൽക്കുന്ന ആ ഒരു ബിൽഡിങ്ങിന്റെ മുകളിലായിട്ട് കുറച്ച് ആൾക്കാരുണ്ട്. ഇവർ മുന്നോട്ടേക്ക് നീങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് കണ്ടിട്ട് വെടിവെക്കാനായിട്ട് പറ്റും. ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിസ് പറയാണ്, നീ ഒരു കാര്യം ചെയ്യ്, നേരെ മുന്നിലേക്ക് ഓട്, അതേ സമയത്ത് ഞാൻ വന്നിട്ട് അമ്മാരെ വെടിവെച്ചിടാന്ന് പറയുന്നുണ്ട്. ഇപ്പൊ വില്ലി ചോദിക്കാണ്, ഞാൻ നേരെ ഓടിയാൽ മതിയോ, ഇങ്ങനെ 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 വളഞ്ഞു ഓടണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ക്രിസ് പറയാണ്, പണ്ടാറടങ്ങാൻ നീ എങ്ങനെയെങ്കിലും ഒന്ന് ഓടാന്ന് പറയാണ്ട്. ഇത് കേട്ടിട്ട് വില്ലി നേരെ ഓടുകയാണ്. അവൻ വളഞ്ഞു 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 ഓടുന്നുണ്ട്. അപ്പൊ മോളുന്ന ആൾക്കാർ പടപടാന്ന് വെടിവെക്കുന്നുണ്ട്. പക്ഷെ ഒന്നും ഇവന് കൊള്ളുന്നില്ല. അതേ സമയത്ത് തന്നെ ക്രിസ് നിന്ന ആ സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് ചാടി ഇറങ്ങിയിട്ട് മേലെ ഉണ്ടായിരുന്ന രണ്ടുപേരെയും വെടിവെച്ചിടുന്നുണ്ട്. അപ്പൊ നോക്കുമ്പോ ബിൽഡിങ്ങുകളുടെ മുകളിൽ ഇപ്പോഴും സ്നൈപ്പേഴ്സ് ഉണ്ട്. അപ്പൊ അവരെ വെടിവെക്കാൻ വേണ്ടിയിട്ട് ഒരു കയറിൽ ഒരു വെയിറ്റ് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ആ കയറിന്റെ ഒരു അറ്റത്തേക്ക് ക്രിസ് വെടിവെക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു കയറിൽ ചാടി കയറി പിടിക്കുകയാണ്. അപ്പൊ ഈ ഒരു വെയിറ്റ് താഴേക്ക് വരുന്നതുകൊണ്ട് തന്നെ അവൻ നേരെ ആ ഒരു ബിൽഡിങ്ങിന്റെ മേലേക്ക് പൊങ്ങി പോവാണ്. അവിടെ ഉണ്ടായിരുന്ന രണ്ട് സ്നൈപ്പേഴ്സിനെ വെടിവെച്ച് പുകച്ചിട്ട് അവിടെ കണ്ട വേറൊരു കയറിൽ പിടിച്ചിട്ട് തൂങ്ങി ആടാണ്. ഈ ഒരു സ്പൈഡർമാനൊക്കെ വരുന്ന പോലെ ആ ഒരു മാർക്കറ്റിന്റെ ചുറ്റും ഇവൻ ഈ കയറിൽ തൂങ്ങിയിട്ട് വട്ടത്തിൽ കറങ്ങാണ്. എന്നിട്ട് താഴെ കണ്ട ആളുകളൊക്കെ തുരുതുരാന്ന് വെടിവെച്ച് കൊല്ലുകയാണ്. ഇതേ സമയത്ത് തന്നെ വേറൊരു സ്നൈപ്പർ ഇവനെ എയിം ചെയ്തിട്ടിരിക്കുന്നുണ്ടായിരുന്നു. അവൻ ഇവനെ നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവന് കൊള്ളുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവൻ വേറൊരു ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് തൂങ്ങി ഇറങ്ങിയിട്ട് ആ ഒരു ഭാഗത്ത് നിന്നിട്ട് ഈ ഒരു സ്നൈപ്പറിനെ വെടിവെക്കുന്നുണ്ട്. അപ്പൊ നോക്കുമ്പോ സ്നൈപ്പറിന്റെ ആ ഒരു സ്കോപ്പിന്റെ ഉള്ളിൽ കൂടെ ബുള്ളറ്റ് കയറിയിട്ട് അവന്റെ കണ്ണിലടിച്ചിട്ട് അവൻ മരിച്ചു പോവാണ്. ഇതേ സമയത്ത് താഴെ നിന്നിരുന്ന വില്ലിന്റെ നേരെ
ഹാമർ വരാണ്. ഹാമറിനെ കണ്ട് പേടിച്ചിട്ട് വില്ലി അവിടെ നിന്ന് ഓടുന്നുണ്ട്. ഇവന്റെ കയ്യിൽ തോക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അവനൊന്നും ചെയ്യാനും പറ്റുന്നില്ല. അങ്ങനെ ആ ഒരു ഇടനാഴി കൂടെ ഓടി ഒരു സ്ഥലത്തെത്തി കഴിഞ്ഞപ്പോഴാണ് അവിടെ ഡോൺലി ചായ നിൽക്കുന്നുണ്ട്. ഡോൺലി ചായൻ ഓടി വന്നിട്ട് ഇവന്റെ കഴുത്തിന് പിടിച്ചിട്ട് പൊക്കിയെടുത്ത് എറിയാണ്. അവൻ എടുത്തിട്ട് മേലേക്ക് പൊക്കിയിട്ട് ആ ഒരു ബിൽഡിങ്ങിന്റെ മേൽക്കൂരയിൽ ഇവനെ അടിക്കാണ്. ഇവന്റെ തല ആ ഒരു മേൽക്കൂരന്റെ മേലെ കൂടെ തുളഞ്ഞിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് പോവാണ്. ഇതേ സമയത്ത് ബിൽഡിങ്ങിന്റെ മുകളില് നമ്മുടെ ക്രിസ് നിൽക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സിറ്റുവേഷനിൽ ക്രിസിന്റെ അടുത്ത് വിളിച്ചു പറയുന്നുണ്ട്, എടാ എന്റെ തോക്ക് താഴേക്ക് ഇടാന്ന് വില്ലി വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടിട്ട് ആ തോക്ക് എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ ആശാന്റെ കയ്യിലെത്തുന്നില്ല. ഈ ഒരു ബിൽഡിങ്ങിന്റെ പുറത്തേക്കാണ് തോക്ക് പോകുന്നത്. ഡോൺലി അവനെ താഴെ ഇറക്കിയതും അവൻ എങ്ങനെയൊക്കെയോ എഴഞ്ഞ് ആ ഒരു ബിൽഡിങ്ങിന്റെ പുറത്തേക്ക് പോയിട്ട് ആ തോക്ക് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പത്തേക്കും ഇവന്റെ കാലിൽ പിടിച്ചിട്ട് ഡോൺലി വലിക്കുകയാണ്. ആ ഒരു തോക്കുണ്ടായിരുന്നത് ഒരു ചാക്കിന്റെ മുകളിലായിരുന്നു. ഈ ഒരു ചാക്കിന്റെ മുകളിൽ അവനെ പിടുത്തം കിട്ടിയിട്ടുണ്ട്. ആ ഒരു ചാക്കും ആ ഒരു തോക്കും അങ്ങനെ ആ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വലിഞ്ഞു പോകുന്ന ഒരു സീനാണ് നമ്മൾ കാണുന്നത്. പിന്നെ രണ്ട് പട്ടായ എന്നുള്ള സൗണ്ട് കേൾക്കുന്നുണ്ട്. അവിടുന്ന് ഡോൺലീനെ വെടിവെച്ച് വന്നിട്ട് വില്ലി പുറത്തേക്ക് മെല്ലെ ഇറങ്ങി വരാണ്. ഇനിയും കുറെ ആക്ഷൻ സീനൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോറാവില്ലേ? അതുകൊണ്ട് ഞാൻ മെല്ലെ ഈ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയാം. ഇതേ സമയത്ത് തന്നെ ആ ഒരു ഗോസ്റ്റ് മാർക്കറ്റിന്റെ കാവൽക്കാരായിട്ടുള്ള കുറച്ച് ടീംസ് ഉണ്ടായിരുന്നു. ആ ഒരു സംഘം അപ്പത്തേക്ക് അവിടെ എത്താണ്. അതുകൊണ്ട് തന്നെ ഹാമറിനും ടീമിനും അധികം നേരം അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ആ മരം മെല്ലെ അവിടുന്ന് എസ്കേപ്പ് ആവാണ്. ഇതേ സമയത്ത് തന്നെ ഹാബറിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരുതന്റെ കുതിരേന്റെ ബാക്ക് സൈഡിൽ വില്ലിന്റെ ഫ്രണ്ടിനെ കെട്ടി വലിച്ചുകൊണ്ട് പോവാണ്. ഇതിപ്പോ വില്ലി കാണുന്നുണ്ട്. അവൻ ആ ഒരു കുതിരേന്റെ പുറകെ ഓടുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ക്രിസ് അവിടേക്ക് വന്നിട്ട് ഈ ഒരു കയറ് ഷൂട്ട് ചെയ്ത് മുറിച്ച് കളയാണ്. അതുകൊണ്ട് തന്നെ വില്ലിന്റെ ഫ്രണ്ടിനെ അവിടുന്ന് അവർക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വില്ലി ഓടി വന്നിട്ട് അവനെടുത്ത് മടിയിലേക്ക് കടത്തുന്നുണ്ട്. പക്ഷേ ആ ഒരു സമയമായപ്പോഴത്തേക്കും അവന്റെ ബോഡിയിൽ നിന്ന് ഒരുപാട് ചോര വാർന്നു പോയിട്ട് അവൻ മരിക്കാനായിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് തന്നെ വില്ലിനോട് ആ ഒരു ഫ്രണ്ട് പറയാണ്, എടാ ഞാൻ ശരിക്കും ആ ഒരു കൊള്ളസംഘത്തിന്റെ തലവന് ഒറിജിനൽ ആയിട്ടുള്ള മാപ്പ് അല്ലായിരുന്നു കൊടുത്തിട്ടുണ്ടെന്ന്. അതൊരു ഡ്യൂപ്ലിക്കേറ്റ് സാധനമായിരുന്നു. ഇതാണ് ഒറിജിനൽ മാപ്പ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഒറിജിനൽ മാപ്പ് ഇപ്പൊ വില്ലിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് ആ ഒരു ഫ്രണ്ട് അവിടെ വെച്ച് മരിക്കുകയാണ്. അവിടുന്ന് സീൻ കട്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്നത് ഇപ്പൊ ഹാമറും അവന്റെ ടീമും ഈ ഒരു മാർക്കറ്റിൽ നിന്ന് പോകുന്നിട്ട് ഒരു മരുഭൂമി പോലുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ തമ്പടിച്ച് നിൽക്കുകയാണ്. അതേസമയത്ത് ഇവർ ഫുഡും കഴിക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ ഹാമറിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരുത്തൻ ചോദിക്കുന്നുണ്ട്, ബോസേ ഫുഡ് എങ്ങനെയുണ്ട് ബോസേ എന്ന് ചോദിക്കുന്നുണ്ട്. ആ നന്നായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളും ആ ഒരു ക്രിസും തമ്മിൽ പണ്ടൊന്നും ഉരസിയിട്ടുണ്ടായിരുന്നല്ലേ? എന്നിട്ട് അവനാണ് ജയിച്ചതെന്നാണല്ലോ എല്ലാവരും പറയുന്നത്. അപ്പൊ നിങ്ങളെക്കാളും മികച്ച ആള് അവൻ തന്നെയാണല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഒന്നാമത് മാപ്പെടുക്കാൻ കഴിയാത്തതിന്റെ ആ ഒരു ദേഷ്യത്തില് അവൻ അങ്ങനെ നിൽക്കുകയാണ്. അതിന്റെ ഇടയിൽ കൂടി ഇതും കൂടി കേട്ട് കഴിഞ്ഞപ്പോ ആശാൻ നല്ല പ്രാന്തായിരുന്നുണ്ട്. അവൻ ചാടി എണീറ്റിട്ട് പറയാണ്, ആരാണ് മേടിച്ചെന്ന് നിനക്ക് ഇപ്പൊ കാണിച്ചു തരാം, നീ എണീറ്റ് വാടാന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ പിടിച്ചു നിർത്തിയിട്ട് ഒരു ഗൺ ഫൈറ്റിന് തയ്യാറാവാണ്. നിങ്ങൾ ഈ ഒരു കൗബോയ് സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ? രണ്ടുപേരും അപ്പുറത്തപ്പുറത്ത് നിന്നിട്ട് മെല്ലെ കണ്ണിൽ നോക്കി ആദ്യം കണ്ണെടുത്ത് വെടിവെക്കുന്നവൻ ജയിക്കും, മറ്റവൻ ചത്തുപോകും. അങ്ങനത്തെ ഒരു ഗെയിമില്ലേ, ആ ഒരു സംഭവം. ഈ ഒരു ഗെയിമിന് എന്താ പറയാ എനിക്കറിയില്ല. അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് കിട്ടോ. അതേപോലെ തന്നെ ഇപ്പൊ മറ്റവനെ പിടിച്ചവിടെ നിർത്തിയേക്കാണ്. അവനാണെങ്കിൽ നല്ല ടെൻഷനിലാണ്. അവൻ മെല്ലെ കൈ തോക്കിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ തുടങ്ങിയ ആ ഒരു സമയത്ത് തന്നെ ഹാമർ അവനെ വെടിവെച്ച് കൊന്നു കളയുന്നുണ്ട്. എന്നിട്ട് ഒരു കുഴിയൊക്കെ എടുത്ത് അവന്റെ ബോഡി അവിടെ അടക്കിയിട്ട് ഹാമറും ടീംസും അവിടുന്ന് പോവുകയാണ് കേട്ടോ. അവിടുന്ന് സീൻ കട്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്നത് ക്രിസും വില്ലിയും കൂടിയിട്ട് കുറെ യാത്ര ചെയ്തിട്ട് രാത്രി ആ ഒരു മരുഭൂമിന്റെ ഏതോ ഒരു സ്ഥലത്ത് അവര് തമ്പടിച്ചിരിക്കുകയാണ്. ഇവര് ആ ഒരു നിധി തേടിയിട്ട് തന്നെയാണ് പോണത്. ഇപ്പൊ ക്രിസ് പറയുന്നുണ്ട്, നമ്മളിന്ന് കണ്ടില്ലേ അവന്റെ പേരാണ് ഹാമർ, അവൻ അറിയപ്പെടുന്നത് ഫിംഗർ ചോപ്പർ എന്നാണ്. ഇവനെ പിടിക്കാൻ ഞാൻ ഒരു വട്ടം ട്രൈ ചെയ്താ, പക്ഷെ മിസ്സായി പോയി. ഇവൻ കൊല്ലുന്ന ആൾക്കാരുടെ എല്ലാം പെരുവേരില് അവൻ വെട്ടിയെടുക്കും. പണ്ട് ഇതേപോലെ ഒരാളുണ്ടായിരുന്നു ഇവിടെ, അവനെ കൊന്നിട്ടാണ് ഈ ഒരു ഫിംഗർ ചോപ്പർ ഈ ഒരു സ്ഥാനത്തേക്ക് വന്നേക്കുന്നത്. അപ്പൊ വലിയ പറയാണ്, അതൊക്കെ വെറും കെട്ടുകഥകളല്ലേ, അങ്ങനെയൊന്നും ഇല്ലാന്നേ. അതും പറഞ്ഞിട്ട് അവരങ്ങനെ കിടക്കാണ് കേട്ടോ. ഇപ്പൊ കിടക്കുന്ന സമയത്ത് വില്ലി പറയാണ്, ആ ഒരു നിധി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് കുറച്ച് സ്ഥലം വാങ്ങും, എന്നിട്ട് അവിടെ കുറെ കോഴീനെയും പട്ടീനെയും കാളേനെയും ഒക്കെ വളർത്തുന്നു പറയാണ്. അപ്പൊ ക്രിസ് ചോദിക്കാണ്, സ്ഥലം വാങ്ങുന്നത് കോഴീനെയും പട്ടീനെയും കാളേനൊക്കെ വളർത്താൻ വേണ്ടിയിട്ടാണോ, അല്ലാതെ വേറൊരു ലക്ഷ്യം നിനക്കില്ലെന്ന് ചോദിക്കുക. അപ്പൊ അവൻ പറയാണ്, അതിൽ കൂടുതലൊന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല എന്നിങ്ങനെ വില്ലി പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടി അവിടെ കിടന്നുറങ്ങാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ നേരത്തെ എണീക്കുന്നത് വില്ലിയാണ്. അതുകൊണ്ട് തന്നെ ക്രിസിനെ കൂട്ടാതെ വില്ലി നൈസായിട്ട് അവിടുന്ന് മുങ്ങാണ് കേട്ടോ. അവന്റെ ആ ഒരു ബൈക്കില് ആ മരുഭൂമി കൂടെ അതിവേഗത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് സീൻ കട്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്നത് ആ ഒരു കൊള്ളക്കാരുണ്ടായിരുന്നല്ലോ, വില്ലിന്റെ ഫ്രണ്ട് കൊടുത്ത മാപ്പ് വെച്ചിട്ട് നിധി തേടി പോയ ടീം അവരിപ്പോ ചെന്നെത്തിയിരിക്കുന്നത് ഏതോ ഒരു കടലിന്റെ മുന്നിലാണ്. അവന്മാർക്ക് മനസ്സിലാവുന്നത് ഈ വില്ലിന്റെ ഫ്രണ്ട് അവരെ തേച്ചതാണ്. അങ്ങനെ ഭ്രാന്തായിട്ട് അവര് തിരിച്ച് ഈ ഒരു നാട്ടിലേക്ക് വരാൻ വേണ്ടി നിൽക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് വില്ലി പോയി ഏതോ ഒരു നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു മോട്ടലിൽ കയറിയിട്ട് ഇവിടെ കഴിക്കാനായിട്ട് കുറച്ച് ഫുഡോ അങ്ങനെ എന്തെങ്കിലും കിട്ടോ, അതുപോലെ തന്നെ എനിക്കൊന്ന് വിശ്രമിക്കണമായിരുന്നു, ഒരു റൂം കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഉണ്ടായിരുന്നത് ഒരു ചൈനീസ് അമ്മാവനായിരുന്നു. ചൈനീസ് അമ്മാവൻ പറയാണ്, ഇഷ്ടം പോലെ റൂമുണ്ട്, ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് തരാം, നിങ്ങൾ പോരേന്ന് പറയാണ്. എന്നിട്ട് പുള്ളീനെ കൂട്ടിയിട്ട് ഒരു റൂമിൽ കൊണ്ടിട്ട് ഇരുത്തുന്നുണ്ട്. അതേ സമയത്ത് രണ്ട് പെണ്ണുങ്ങളും കൂടി അങ്ങോട്ട് വരുന്നുണ്ട്. ഇവന് കഴിക്കാനുള്ള ഫുഡും അതുപോലെ തന്നെ ഡ്രിങ്ക്സും ഒക്കെ കൊടുക്കുന്നുണ്ട്. അവനത് കഴിക്കുകയാണ്. പക്ഷേ ആ ഒരു ഡ്രിങ്ക്സിനകത്ത് ഇവരൊരു മയക്കുമരുന്ന് പോലത്തെ എന്തോ ഒരു സാധനം കലർത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവന്റെ കിളി പോവാണ്. അങ്ങനെ അവൻ ബോധം കെട്ടിട്ട് തറയിലേക്ക് വീഴുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഈ ഒരു പെണ്ണുങ്ങൾ ഇവന്റെ രണ്ട് കാലിലും പിടിച്ച് വലിച്ച് എങ്ങോട്ടേക്ക് കൊണ്ടുപോവാണ്. ചൈനീസ് അമ്മാവൻ ഫോൺ എടുത്തിട്ട് ജാപ്പനീസ് പട്ടാളക്കാരെ വിളിച്ചിട്ട് പറയാണ്, നിങ്ങൾ അന്വേഷിക്കുന്ന ആ ഒരു വില്ലില്ലേ, അവൻ എന്റെ കയ്യിലുണ്ട്, ഇതിപ്പോ അതിർത്തി പ്രദേശമല്ലേ, അപ്പൊ അവൻ എന്തായാലും ഇതിലെ വരുന്ന എനിക്ക് അറിയായിരുന്നു, വേഗം വന്നിട്ട് എനിക്ക് തരാനുള്ള ഒരു പൈസ തരാണെങ്കിൽ ഞാൻ അവനെ വിട്ടുതരാന്ന് പറയുന്നുണ്ട്. അവിടുന്ന് സീൻ കട്ടായിട്ടുണ്ടെങ്കിൽ ഇവൻ ഉറക്കത്തിന് എണീക്കുന്നത് ഏതോ ഒരു ജയിലിന്റെ ഉള്ളിലാണ്. അവിടെ നോക്കുന്ന സമയത്ത് രണ്ട് കുട്ടികളും ഉണ്ട് അവിടെ ഇരിക്കുന്നത്. അപ്പൊ ഇത് കണ്ടിട്ട് ഇവൻ ആകെ ഞെട്ടിപ്പോവാണ്. അപ്പൊ ഈ പിള്ളേരുടെ അടുത്ത് ചോദിക്കുകയാണ്, ഇത് എവിടെയാ സ്ഥലം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു കുട്ടികൾ പറയാണ്, ഞങ്ങളെ പോലെ തന്നെ നിങ്ങളും ഇപ്പൊ പുതിയതായിട്ട് വന്നൊരു അടിമയാണ് ഇവിടെ എന്ന് പറയുന്നുണ്ട്. അത് കേട്ടിട്ട് അവൻ ഞെട്ടാണ്. ഞാൻ ആരുടെ അടിമയെന്നല്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു നല്ല മല പോലെ ഹൈറ്റിൽ ഒരു ഗുണ്ട അങ്ങോട്ടേക്ക് കയറി വരുന്നത്. എന്നാൽ
അയാൾ വന്നിട്ട് ഈ ഒരു സെല്ലിന്റെ ഡോർ തുറന്ന അതേ സമയത്ത് തന്നെ വില്ലി ഒരു വലിയ വടി എടുത്തുകൊണ്ട് വന്നിട്ട് അവന്റെ തല അടിച്ച് പൊളിക്കുന്നുണ്ട്. എന്നിട്ട് അവന്റെ കയ്യിലുള്ള കത്തി തന്നെ വാങ്ങിയിട്ട് അവന്റെ ബാക്ക് വശത്ത് നല്ലൊരു കുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു കുത്തി തന്നെ ആശാൻ മറിഞ്ഞു വീണ്ടുണ്ട്. അപ്പൊ പിള്ളേരുടെ അടുത്ത് വില്ലി പറയാണ് കണ്ണ് പൊത്തിക്കോ എന്ന് പറഞ്ഞിട്ട് ദൂരെ നിന്ന് ഓടി വന്നിട്ട് ആ ഒരു കത്തിയിലേക്ക് വലിച്ചൊരു ചവിട്ട് കൊടുക്കാണ്ടോ. അതോടെ ആ ഒരു ഗുണ്ട സൈഡായി. അങ്ങനെ വില്ലി ആ ഒരു പിള്ളേരെ കൂട്ടിയിട്ട് അവിടുന്ന് പുറത്തേക്ക് കിടക്കാണ്. അതേ സമയത്താണ് ചൈനീസ് അമ്മാവൻ അങ്ങോട്ടേക്ക് വരുന്നത്. ഇവന്റെ അടുത്തൊരു മഴ പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. ചൈനീസ് അമ്മാവനെ കണ്ടപ്പോ തന്നെ ചൈനീസ് അമ്മാവന്റെ നേരെ ആ ഒരു മഴ വീശുന്നുണ്ട്. പക്ഷെ മഴുവിന്റെ മേലെ ഇരുന്ന സാധനം തെറിച്ചിട്ട് അവിടെ പോയിട്ട് ഭിത്തി പോയിരിക്കുകയാണ്. അപ്പൊ അവന്റെ കയ്യിൽ ആ ഒരു മഴുവിന്റെ വടി മാത്രമേ ഇപ്പൊ ഉള്ളൂ. അപ്പൊ ചൈനീസ് അമ്മാവന്റെ കൂടെ നല്ലൊരു ഫൈറ്റ് നടത്തുന്നുണ്ട്. എനിക്ക് ആ ഒരു ഫൈറ്റ് കണ്ടപ്പോ തോന്നിയത് നമ്മുടെ മറ്റേ പഴയ സിനിമയില്ലേ മഴ പെയ്യുന്നു മദ്ദളം കൂട്ടുന്നു, ആ ഒരു സിനിമയില് നമ്മുടെ ജഗതി ചേട്ടനും കുതിരവട്ടം പപ്പുമായിട്ട് വാളൊക്കെ എടുത്തിട്ടുള്ള ഒരു ഫൈറ്റ് ഉണ്ടല്ലോ, ആ ഒരു സാധനമാണ് എനിക്ക് ഓർമ്മ വന്നിട്ടോ. എന്തോ അങ്ങനെ ഫീൽ ചെയ്യുന്നത്. പക്ഷെ വില്ലീനെ നമ്മുടെ ആ ഒരു ചൈനീസ് അമ്മാവൻ അടിച്ച് നിലത്ത് വീഴ്ത്തിയിട്ടുണ്ടായിരുന്നു. നിന്നെ ഞാൻ കൊല്ലാൻ പോവാണ്, നിന്റെ മാപ്പ് എനിക്ക് വേണമെന്ന് ഇപ്പൊ ചൈനീസ് അമ്മാവൻ പറയുന്നുണ്ട്. എന്നിട്ട് അവനെ കുത്തി കൊല്ലാൻ വേണ്ടിയിട്ട് അയാളുടെ ആ വടീന്റെ അറ്റത്ത് ഒരു കത്തി ഉണ്ടായിരുന്നു. അതിങ്ങനെ പുറത്തേക്ക് വരുത്തിയിട്ട് അവനെ കുത്താൻ നിൽക്കുന്ന അതേ സമയത്ത് തന്നെ ചൈനീസ് അമ്മാവന്റെ കണ്ണ് രണ്ടും ഓംപ്ലേറ്റ് അടിച്ച പോലെ പുറത്തേക്ക് തള്ളി വരികയാണ്. ആ ഒരു 2 പിള്ളേരുണ്ടായിരുന്നല്ലോ, ഇവര് ഈ കത്തി എടുത്തിട്ട് നേരത്തെ നമ്മളെ വില്ല് ചെയ്ത പോലെ തന്നെ ഈ ഒരു ചൈനീസ് അമ്മാവന്റെ മൂട്ടിലേക്ക് എന്നെ കുത്തി കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടപ്പോ വില്ലിക്ക് സന്തോഷമായി. വില്ലി ചാടി എണീറ്റിട്ട് ഇപ്പൊ വീണ്ടും കണ്ണടച്ചോ പിള്ളേരെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് ദൂരെ പോയിട്ട് ഓടി എന്നിട്ട് ഒറ്റ ചവിട്ട് കൊടുക്കുന്നുണ്ട്. അതോടെ ചൈനീസ് അമ്മാവന്റെ കാര്യത്തിലും ഒരു തീരുമാനമായിട്ടുണ്ട്. അങ്ങനെ അവൻ അവിടുന്ന് ആ പിള്ളേരെയും കൂട്ടിയിട്ട് ഇറങ്ങിയിട്ട് പിള്ളേരെ അവരുടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വില്ലി ആ ഒരു നിധി ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. ഈ ഒരു ചൈനീസ് അമ്മാവൻ പറഞ്ഞ അനുസരിച്ചിട്ട് അയാളുടെ ആ ഒരു സ്ഥലത്തേക്ക് ജപ്പാനീസ് പട്ടാളക്കാർ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ മുതിർന്ന ഓഫീസേഴ്സ് കാണുന്നത് ചൈനീസ് അമ്മാവനും അതുപോലെ തന്നെ അയാളുടെ ആ ഒരു ഗുണ്ടയും മരിച്ചു കിടക്കുന്നതാണ്. ഇത് കണ്ടിട്ട് ഞാൻ ഒരുപാട് യുദ്ധങ്ങൾ കണ്ടിട്ടുണ്ട്, അതിലൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ മരിച്ചു കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതേപോലെ ഒരാൾ മരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, ആ ജനറൽ പറയാണ്. അപ്പൊ അയാളുടെ കൂടെ തന്നെ നിന്നിട്ടുണ്ടായിരുന്ന ഒരു ഓഫീസറുണ്ട്. അയാൾ പറയുന്നുണ്ട് ആ ഒരു നിധിന്റെ മാപ്പ് എങ്ങനെയെങ്കിലും നമ്മൾ കണ്ടുപിടിക്കണം. കാരണം ആ ഒരു നിധി ഈ കൊറിയയിലെ ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ കയ്യിൽ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ഇത്രയും ഫണ്ട് അവർക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവർ ഒരുപാട് ആയുധങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് നേരെ യുദ്ധത്തിന് വരും. അപ്പൊ നമുക്ക് പിടിച്ചേക്കാൻ പറ്റാതെയാവും. അതുകൊണ്ട് എന്ത് വില കൊടുത്തിട്ടും ആ ഒരു നിധി കണ്ടെത്തണമെന്ന് ഇപ്പൊ ആ ഒരു ഓഫീസർ പറയാണ്. അവിടുന്ന് സീൻ കട്ടായിട്ട് ഇപ്പൊ നമ്മൾ കാണുന്നത് വില്ലി അവന്റെ ബൈക്കിൽ ആ ഒരു നിധി അന്വേഷിച്ച് ഒരു മരുഭൂമി കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞ സമയത്ത് അവന്റെ ബാക്കിലായിട്ട് ആ ഒരു കൊള്ള സംഘം വരുന്നുണ്ടായിരുന്നു. ഇവനെ കണ്ടപാടെ ആ ഒരു ബാക്കിൽ നിന്ന് വെടിവെക്കാൻ വേണ്ടി തുടങ്ങി. ഇവൻ തിരിഞ്ഞു നോക്കുമ്പോ തീയും പുകയും പറപ്പിച്ചിട്ട് ഒരു കൂട്ടം വരുന്നത്. ഇത് കണ്ടിട്ട് ആശം പറന്ന് പോവാണ്. അവരാണെങ്കിൽ പുറകിൽ നിന്ന് നല്ല രീതിക്ക് വെടിവെക്കുന്നുണ്ട്. വില്ലിനെ കൊണ്ട് പറ്റുന്ന പോലെ വില്ലിന്റെ കയ്യിലിരിക്കുന്ന തോക്ക് വെച്ചിട്ട് അവനും തിരിച്ചു വെടിവെക്കാണ്. അങ്ങനെ ചീറിപ്പാഞ്ച് വരുന്ന വെടിവെട്ടുകൾക്ക് നടുവിലൂടെ വില്ലി ഇങ്ങനെ പറന്ന് പോവാ. കുറച്ച് സമയത്തിന് ശേഷം കൊള്ളത്തലവന്റെ സംഘത്തിലുള്ള ഒരു മുതിർന്ന ആള് വില്ലിന്റെ തൊട്ടടുത്ത് എത്തുന്നുണ്ട്. എന്നിട്ട് അവനോട് വിളിച്ചു പറയാണ് മര്യാദയ്ക്ക് വണ്ടി നീ നിർത്തിക്കോ, അല്ലെങ്കിൽ നിന്റെ ഞാൻ വെടിവെച്ചിടുന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് വില്ലി തിരിഞ്ഞിട്ട് അവന്റെ നേരെ വെടിവെക്കാണ്. അവൻ പെട്ടെന്ന് തന്നെ കുനിയുന്നതുകൊണ്ട് അവന്റെ മേത്തേക്ക് ആ ഒരു ബുള്ളറ്റ് തട്ടുന്നുണ്ടായിരുന്നില്ല. എന്നാലും വില്ലി അവന്റെ വണ്ടി ഒന്ന് സ്കിഡ് ആക്കുന്നുണ്ട്. അതേ സമയത്ത് തൊട്ട് പുറകിൽ വന്നിട്ടുണ്ടായിരുന്ന കുതിര ഒന്ന് പേടിക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു കുതിര മറിഞ്ഞ അവിടെ വീഴാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ബാക്കിൽ വന്നിട്ടുണ്ടായിരുന്ന കുതിരകളൊക്കെ ഈ ഒരു കുതിരനെ തട്ടിയിട്ട് പടപടാന്ന് പറഞ്ഞ് മറിഞ്ഞ് വീഴാണ്. ഈ ഒരു ഗ്യാപ്പിൽ വില്ലി ബൈക്കിന്റെ സ്പീഡ് കൂട്ടി പറന്ന് പോവാണ് മുന്നോട്ടേക്ക്. കുറെ ദൂരം മുന്നോട്ടേക്ക് ചെന്നപ്പോഴാണ് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഹാമറും അവന്റെ ടീമും കൂടി വരുന്നത്. ഇപ്പൊ ഹാമർ വില്ലിനെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും ഒരു ഞെട്ടലോടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പക്ഷെ കുതിരപ്പുറത്താണ് ഇവർ വരുന്നത് എന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് ചവിട്ടി നിർത്താൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് വില്ലി മുന്നോട്ടും ഹാമറും അവന്റെ ടീമും നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോവാണ്. കുറച്ച് ദൂരം ചെന്നിട്ട് കുതിരകളെ തിരിച്ചിട്ട് ഈ ഒരു വില്ലിന്റെ പുറകിലേക്ക് തന്നെ ഇവർ വരുന്നുണ്ട്. ഇപ്പൊ ഈ 2 ടീമും കൂട്ടിയിട്ട് വില്ലിനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ ഈ 2 ടീമും അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെക്കുന്നുണ്ട്. ഹാമറിന്റെ ടീമിലുള്ള കുറെ പേരൊക്കെ ഈ ഒരു കൊള്ള സംഘത്തിലെ ആൾക്കാർ കൊല്ലുന്നുണ്ട്. കൊള്ള സംഘത്തിലെ കുറെ ആൾക്കാരൊക്കെ ഹാമറിന്റെ ടീമും കൊല്ലുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു 2 ടീമും ചെറുതായിട്ടൊന്ന് സ്ലോ ആവുന്നുണ്ട്. ആ ഒരു ഗ്യാപ്പ് നോക്കിയിട്ട് വില്ലി നന്നായിട്ട് മുന്നോട്ടേക്ക് കയറി പോവാണ്. എന്നാൽ ഇതേ സമയത്ത് കുറച്ച് ദൂരം മാറിയിട്ട് ജാപ്പനീസ് സേനയും വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അടിപൊളി, ഇതിന്റെ ഒരു കുറവും കൂടി ഉണ്ടായിരുന്നുള്ളൂ. ആക്രമിക്കൂ എന്ന് ജാപ്പനീസ് സൈന്യത്തിന്റെ ക്യാപ്റ്റൻ അലറാണ്. അത് കേട്ടിട്ട് ജാപ്പനീസ് സൈന്യവും ഇവരുടെ പുറകെ വെച്ച് പിടിക്കാൻ തുടങ്ങി. നല്ല തീ പറന്ന വെടിവെപ്പും ചേസും. അങ്ങനെ ഈ ഒരു 3 ടീമും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വില്ലിന്റെ പുറകെ ചേസ് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പൊ ആ ഒരു കൊള്ള സംഘത്തിലെ മുതിർന്ന ആളാണ് ഈ ഒരു വില്ലിന്റെ തൊട്ട് പുറകിലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തൊട്ട് ബാക്കിൽ നിന്ന് ഒരാൾ അതിവേഗം കുതിരനെ ഓടിച്ചു വന്നിട്ട് ഇവനോട് പറയാണ് വില്ലിനെ കൊല്ലാതെ പിടിക്കണം. ഇനി അവന്റെ കയ്യിൽ മാപ്പൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അവനെ കൊന്നു കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എവിടെയാണെന്ന് അറിയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവനെ കൊല്ലാതെ പിടിക്കണം എന്ന് പറയാണ്. ഇത് കേട്ടിട്ട് നീ ഇന്ന് ബാക്കിയുള്ളവരോടും കൂടി പറയാന്ന് പറയുന്നുണ്ട്. ബാക്കിയുള്ളവരും കൂടി ഈ ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ട് കാഹള ഊതുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു മോട്ടോർ ബൈക്കിൽ വന്ന ഒരാളോട് പറഞ്ഞു വിടുകയാണ് അവന്റെ ജീവനോടെ പിടിച്ചിട്ട് വരണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഈ മോട്ടോർ ബൈക്കിലുള്ള ആള് സ്പീഡ് കൂട്ടിയിട്ട് വില്ലിന്റെ ഒപ്പം പിടിക്കാൻ നോക്കുന്നുണ്ട്. അങ്ങനെ കുറെ ദൂരത്തി കഴിഞ്ഞപ്പോൾ വില്ലിന്റെ ഒപ്പം ഈ ഒരു റൈഡർ കയറി വരുന്നുണ്ട്. അങ്ങനെ വില്ലിന്റെ തൊട്ടടുത്ത് എത്തി കഴിഞ്ഞപ്പോൾ ഇവൻ വില്ലിനെ നോക്കിയിട്ട് ഇവനെ പിടിച്ചു എന്നുള്ള രീതിയിൽ ചിരിക്കുകയാണ്. അതേ സമയത്ത് വില്ലി അവനെ നോക്കിയിട്ട് ചിരിക്കുന്നുണ്ട്. ഗണ്ണെടുത്തറ ഒറ്റ വെടിയാണ്. റൈഡർ കണ്ടാപ്പി തെറിച്ചൊരു പോക്ക് പോകുന്നുണ്ട്. വില്ലി അത് കണ്ടിട്ട് ചിരിച്ചിട്ട് നേരെ മുന്നോട്ടേക്ക് പറന്നു പോവാണ്. ഇതേ സമയത്ത് തന്നെ ജപ്പാനീസ് സൈനികർ ഹാമറിനെയും അതുപോലെ തന്നെ ആ ഒരു കൊള്ള സംഘത്തിന്റെയും തൊട്ട് ബാക്കിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ
ഹാമറിന്റെ സംഘം വിളിച്ചു പറയാണ്, ശ്രദ്ധിക്ക്, ബാക്കിൽ ജപ്പാനീസ് സൈനികർ വരുന്നുണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ചിട്ട് മുന്നോട്ടേക്ക് പറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഇതെല്ലാം നോക്കി കണ്ടിട്ട് കുറച്ച് ദൂരെ ഒരാൾ മാറി നിൽക്കുന്നുണ്ടായിരുന്നു. വേറെ ആരുമായിരുന്നില്ല, നമ്മുടെ ഹീറോയ ക്രിസ് ആയിരുന്നു. അത് ഇപ്പോ ജാപ്പനീസ് സേനയുടെ ക്യാപ്റ്റൻ മിഷീൻ ഗൺ ഇറക്കിയിട്ട് എല്ലാത്തിനും വെടിവെച്ച് പറപ്പിക്കാൻ വേണ്ടി പറയാണ്. ഇതേ സമയത്ത് തന്നെ ഒരു ജീപ്പിന്റെ പുറകിൽ വലിയൊരു മിഷീൻ ഗൺ എടുത്തിട്ട് ഒരു സൈനികൻ എല്ലാവരും വെടിവെച്ച് വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ജാപ്പനീസ് സൈനികർ ഇവരെ തൊട്ട് ബാക്കിലായതുകൊണ്ട് തന്നെ ഇവർക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ല. ബാക്കിൽ നിന്ന് തുരുതുരാന്ന് എല്ലാത്തിനും വെടിവെച്ചിട്ട് പരിപ്പാക്കുന്നുണ്ട്. ഒരു 50% ആൾക്കാരെയും അപ്പൊ തന്നെ അവർ വെടിവെച്ച് തീർത്തിട്ടുണ്ട്. എന്നാൽ ഈ ഒരു സമയത്താണ് നമ്മുടെ ഹീറോന്റെ എൻട്രി. അവൻ ജാപ്പനീസ് സൈനികരുടെയും ബാക്കിലാണ്. അവൻ പറന്നു വന്നിട്ട് ജാപ്പനീസ് സൈനികരെ ഓരോരുത്തരായിട്ട് വെടിവെച്ച് കൊന്നിട്ട് മുന്നോട്ടേക്ക് കയറി വന്നോണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് ആ ഒരു ജീപ്പിൽ ഉണ്ടായിരുന്ന വലിയ ആ ഒരു മെഷീൻ ഗണ്ണ് റീലോഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു മെഷീൻ ഗണ്ണിലേക്ക് സൈനികരെ ബുള്ളറ്റ് നിറച്ചുകൊണ്ടിരിക്കുന്നു. ഇതേ സമയത്ത് ക്രിസ് അവിടെ എത്തിയിട്ട് ഈ ഒരു സൈനികരെ വെടിവെച്ച് കൊല്ലുന്നുണ്ട്. എന്നിട്ട് അവൻ മുന്നോട്ടേക്ക് ചീറിപ്പാഞ്ഞു പോവാണ്. ക്രിസ് കുതിരപ്പുറത്ത് ഇരുന്നിട്ട് തോക്ക് റീലോഡ് ചെയ്യുന്നത് കാണാനായിട്ട് നല്ലൊരു ഭംഗിയാണ് കേട്ടോ. അവനിങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ തോക്ക് ഇങ്ങനെ കറക്കിയിട്ടാണ് റീലോഡ് ചെയ്യുന്നത്. 2-3 സൈനികരെ കൂടെ വെടിവെച്ച് കൊന്നിട്ട് തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു ടെമ്പോ പോലത്തെ ഒരു വണ്ടിയിൽ ഒരു സൈനികൻ വലിയൊരു മെഷീൻ ഗണ്ണ് എടുത്തിട്ട് വെടിവെക്കുന്നുണ്ട്. അവന്റെ തലയ്ക്ക് നോക്കി ഒരു വെടി കൊടുക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഈ ഒരു ഗണ്ണിന്റെ കൺട്രോൾ തെറ്റിയിട്ട് തൊട്ട് മുന്നിൽ പോകുന്ന ജപ്പാനീസ് സൈനികരുടെ നേരെ തന്നെ ഈ ഒരു മെഷീൻ ഗണ്ണ് തിരിയാണ്. അതുകൊണ്ട് തന്നെ കുറെ പേര് അതിലും മരിക്കുന്നുണ്ട്. അങ്ങനെ ജപ്പാനീസ് സൈനികർ ഒരു വിധത്തിൽ ഒതുങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ വില്ലിനെ നോക്കുകയാണെങ്കിൽ വില്ലി പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ബൈക്കിന്റെ പാരലായിട്ട് ഇപ്പൊ വേറൊരു ജീപ്പ് വന്നിട്ടുണ്ട്. ഈ ഒരു ജീപ്പിൽ നിന്നിട്ടുള്ള ആള് വില്ലിന്റെ ബൈക്കിലേക്ക് ചാടി കയറാൻ വേണ്ടി നിൽക്കുകയാണ്. ഇയാള് വില്ലിന്റെ ബൈക്കിലേക്ക് ചാടി കയറുന്ന അതേ സമയത്ത് തന്നെ വില്ലി ചാടിയിട്ട് ആ ഒരു ജീപ്പിന്റെ ഫ്രണ്ട് ഭാഗത്തേക്കും കയറുകയാണ്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ വില്ലി ആ ഒരു ജീപ്പിന്റെ ഫ്രണ്ട് ഭാഗത്തുകൊണ്ട് ഈ ബൈക്കിലേക്ക് ചാടി കയറിയ ആള് ബൈക്കിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് ചാടി കയറിയതുകൊണ്ട് തന്നെ ഈ ഒരു ബൈക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അടുത്തുണ്ടായിരുന്ന ഒരു പാറേന്റെ മോൾ പോയി ഇടിച്ചിട്ട് അവൻ തെറിച്ച് വീഴാണ്. ഇതേ സമയത്ത് തന്നെ ഈ ഒരു ജീപ്പ് ഓടിക്കുന്ന ആള് വില്ലിയുടെ മാക്സിമം മറിച്ചിടാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ വില്ലി ആ ഒരു ഗ്ലാസിന്റെ മോളിൽ കൂടെ ചാടി കിടന്നിട്ട് ജീപ്പിന്റെ ബാക്ക് സീറ്റിൽ വന്ന് ഇരിക്കുന്നുണ്ട്. അവൻ ബാക്ക് സീറ്റിൽ വന്ന് ഇരുന്ന അതേ സമയത്ത് തന്നെ വില്ലിനെ ഇയാൾ തള്ളി വിടുന്നുണ്ട്. അങ്ങനെ വില്ലി തെറിച്ചിട്ട് ഈ ജീപ്പിന്റെ ബാക്ക് സൈഡിലേക്ക് പോവാണ്. എന്തോ ഒരു ഭാഗ്യത്തിന് ജീപ്പിന്റെ ബാക്ക് സൈഡിൽ തൂക്കിയിട്ടുണ്ടായിരുന്ന ഒരു കയറിൽ വില്ലിക്ക് പിടുത്തം കിട്ടി. പക്ഷെ ജീപ്പ് ഓടിക്കുന്ന ആൾ വിചാരിച്ചോണ്ടിരുന്നത് വില്ലി തെറിച്ച് പോയെന്നാണ്. അങ്ങനെ കുറെ നേരം ആ ഒരു വള്ളി പിടിച്ചിട്ട് നിലത്ത് കൂടെ കിടന്ന് ഒരഞ്ഞ് വില്ലി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് ക്രിസ് കുതിരേന്റെ സ്പീഡ് കൂട്ടിയിട്ട് ജാപ്പനീസ് സൈനികരുടെ ബാക്കിയുണ്ടായിരുന്ന ജാപ്പനീസ് സൈനികരുടെ മുന്നിലേക്ക് പറന്ന് കയറുന്നുണ്ട്. കുറെ ദൂരം എത്തിക്കഴിഞ്ഞപ്പം അവൻ കുതിരേനെ തിരിച്ചിട്ട് ജാപ്പനീസ് സൈനികരുടെ ഓപ്പോസിറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്നിട്ട് എല്ലാത്തിനും വെടിവെച്ച് പുകയ്ക്കുന്നുണ്ട്. അങ്ങനെ ഒരുവിധം എല്ലാ സൈനികരും തന്നെ ക്രിസ് വെടിവെച്ച് കൊല്ലുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് തന്നെ ആ ഒരു കയറി കൂടെ മെല്ലെ പിടിച്ചിട്ട് വില്ലി ആ ഒരു ജീപ്പിന്റെ ബാക്ക് സൈഡിലേക്ക് കയറുകയാണ്. എന്നിട്ട് ജീപ്പ് ഓടിച്ചുകൊണ്ടിരിക്കുന്നവനെ വെടിവെക്കാൻ വേണ്ടിയിട്ട് ഗൺ അവന്റെ നേരെ ചൂണ്ടുന്ന സമയത്താണ് ജീപ്പിൽ കുറെ ഡൈനാമിറ്റ് ഇരിക്കുന്നത് കാണുന്നത്. അതിലൊരെണ്ണം എടുത്തിട്ട് ഈ ഒരു ഡ്രൈവറിന്റെ ബാക്കിൽ വെച്ച് കത്തിച്ചിട്ട് അവനെടുത്ത് പുറത്തേക്ക് വലിച്ചെറിയാണ്. ഇവൻ നിലത്ത് വീണിട്ട് പൊട്ടി ചെതറുന്നുണ്ട്. ഇപ്പൊ വില്ലി ചിരിച്ചിട്ട് ആ ഒരു ജീപ്പ് എടുത്തിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് ആ ഒരു കൊള്ളത്തലവൻ വില്ലിയുടെ ജീപ്പിന്റെ ഒപ്പം എത്തിയിട്ടുണ്ട്. ഇയാളുടെ കയ്യിലിരുന്ന് ഒരു ചങ്ങല വെച്ചിട്ട് ആകാശത്തേക്ക് ചുരുട്ടിയിട്ട് വില്ലിനെ തലയ്ക്ക് അടിക്കുകയാണ്. പക്ഷെ വില്ലിനെ തലയിൽ കൊള്ളുന്നില്ല. വില്ലി അന്ന് ഒഴിഞ്ഞു മാറുന്നുണ്ട്. ജീപ്പിന്റെ ഗ്ലാസിന്റെ മുകളിലാണ് ആ ഒരു അടി കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ജീപ്പിന്റെ ഗ്ലാസ് പൊട്ടി തെറിച്ചു പോവാണ്. അങ്ങനെ 1-2 അടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ വില്ലിക്ക് ഭ്രാന്ത് പിടിച്ചിട്ട് അതിലൊരു ഡൈനാമിറ്റ് എടുത്തിട്ട് ഈ ഒരു തലവന്റെ നേരെ എറിയാണ്. തലവൻ പൊട്ടി ചെതറി പോകുന്നുണ്ട്. ഇത് കണ്ടിട്ട് ഈ ഒരു തലവന്റെ ഗ്യാങ്ങിൽ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ആൾക്കാർ പെട്ടെന്ന് കുതിരനെ വലിച്ചു നിർത്തുകയാണ്. എന്നാൽ ഇതേ ഒരു സമയത്ത് ജാപ്പനീസ് സൈന്യത്തിന്റെ പുതിയൊരു സംഘം അവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ഇവരവിടെ നിന്നിട്ട് ലോഞ്ചറുകൾ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ബോംബിംഗ് നടത്തുന്നുണ്ട്. ഈ ഒരു ഗ്യാങ്സ് പോകുന്നതിന്റെ ഇടയിൽ ഈ ഒരു ബോംബ് വന്നു കഴിഞ്ഞിട്ട് ആൾക്കാരും അതുപോലെ കുതിരയൊക്കെ പൊട്ടി ചെതറിക്കൊണ്ടിരിക്കുകയാണ്. ഇതും കൂടി കണ്ടു കഴിഞ്ഞപ്പോ ആ ഒരു കൊള്ളക്കാരുടെ മറ്റൊരു തലവന്റെ അടുത്ത് ഇപ്പൊ വേറൊരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, നമ്മുടെ മെയിൻ നേതാവ് മരിച്ചുപോയി, അതുപോലെ തന്നെ ജാപ്പനീസ് സൈനികർ നല്ല രീതിയിൽ അവിടുന്ന് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്, നമ്മളിനിപ്പോ എന്താ ചെയ്യാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു നേതാവ് പറയാണ്, നമുക്ക് ആ ഒരു നിധിന്റെ കാര്യം മറന്നു കളയാന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് പോവാണ്. ഇപ്പൊ വില്ലിന്റെ പുറകെ ഹാമറിന്റെ ഒരു ടീം മാത്രമേ ഉള്ളൂ. എന്നാൽ ജാപ്പനീസ് സൈനികർ ഈ ഒരു ബോംബിംഗ് നടത്തുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ബോംബുകൾ വന്നിട്ട് ആ ഒരു പ്രദേശത്ത് വീഴുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹാമറിന്റെ ഒരുപാട് ആൾക്കാർ മരിച്ചു പോകുന്നുണ്ട്. ക്യാമറ ബാക്കോട്ടേക്ക് ഇങ്ങനെ പുൾ ബാക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു ബോംബുകൾ വന്ന് വീഴുന്നുണ്ട്. അതിന്റെ ഇടയിൽ കൂടെ കുതിരേനെ എടുത്തോണ്ട് ആളുകൾ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് വരുന്നത് കാണാൻ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. ഒരു ഘട്ടത്തില് ബോംബ് വന്ന് വീണിട്ട് നമ്മുടെ ഹാമർ തന്നെ കുതിരേന്റെ പുറത്തുനിന്ന് നിലത്തേക്ക് വീഴുന്നുണ്ട്. ഇവൻ അവിടുന്ന് ചാടി എണ്ണിട്ടിട്ട് ദേഷ്യം പിടിച്ചിട്ട് അവന്റെ തന്നെ ഒരു ടീമിലുള്ള ഒരാളെ നേരെ വെടി വെച്ചിട്ട് അയാളുടെ കുതിരേനെ എടുത്തിട്ട് ആശാൻ വീണ്ടും വില്ലിന്റെ പുറകെ പറന്ന് പോവാണ് കേട്ടോ. അങ്ങനെ പോയി കുറെ ദൂരം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം ബോംബിങ്ങിന്റെ പവർ കൂടി വരികയാണ്. അതുകൊണ്ട് തന്നെ ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ഹാമറും ടീംസ് മൊത്തത്തിൽ സൈഡ് ആയിട്ടുണ്ട്. ഈ ഒരു ഗ്യാപ്പ് നോക്കിയിട്ട് വില്ലി അവന്റെ ജീപ്പ് എടുത്തിട്ട് പറന്ന് മുന്നോട്ടേക്ക് പോവാണ്. അവനങ്ങനെ പോയി ആ മരുഭൂമിയിൽ ആ ഒരു നിധി ഇരിക്കുന്ന സ്ഥലത്ത് എത്താനായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ദൂരെ നിന്നിട്ട് ആ ഒരു സ്ഥലം അവനങ്ങനെ നോക്കി കാണാണ്. ആ ഒരു സ്ഥലം കണ്ടു കഴിഞ്ഞപ്പോ വില്ലിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട് കേട്ടോ. വില്ലി ഓടി കിതച്ച് അങ്ങോട്ടേക്ക് പോവാണ്. അങ്ങനെ അവിടെ എത്തി നോക്കുന്ന സമയത്ത് ഈ ഒരു മാപ്പിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന അതേ സ്പോട്ടിൽ തന്നെ കുറെ കല്ലുകളൊക്കെ കൂട്ടിയിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഒരു കാളേന്റെ തലയോട്ടി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ വില്ലിക്ക് മനസ്സിലായി ഈ ഒരു കല്ലിന്റെ അടിഭാഗത്തായിരിക്കും നിധി ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് അവൻ ആ കല്ലെടുത്ത് മാറ്റിയിട്ട് അവിടെ കുഴിക്കാൻ തുടങ്ങാണ്. അവനങ്ങനെ അവിടെ കുറെ കുഴിച്ചു കഴിഞ്ഞപ്പോ ഒരു മരത്തിന്റെ ബോക്സിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഒരു കുതിരേന്റെ സൗണ്ട് കേട്ടിട്ട് അവൻ ചുറ്റും നോക്കുകയാണ്. നോക്കുമ്പോൾ ആരെയൊന്നും കാണാനില്ല. അതുകൊണ്ട് തന്നെ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ബൈനോക്കുലർ എടുത്ത് നോക്കുന്നുണ്ട്. അങ്ങനെ കുറെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ആ ഒരു ബൈനോക്കുലറിന്റെ ഉള്ളിലേക്ക് ഒരു തോക്ക് ഇങ്ങനെ നീണ്ടുവരാണ്. ഇത് കണ്ടിട്ട് അവൻ പേടിച്ചിട്ട് ബൈനോക്കുലർ മാറ്റി നോക്കുന്ന സമയത്ത് നമ്മുടെ ക്രിസ് അതാ തോക്കം പിടിച്ച് അവിടെ നിൽക്കുന്നു. അവനെ കണ്ടിട്ട് വില്ലി ഒന്ന് പേടിക്കുന്നുണ്ടെങ്കിലും വില്ലി അവനോട് ചോദിക്കുകയാണ്, പാർട്ണർ, ഇത്ര നേരമായിട്ട് നിങ്ങൾ എവിടെയായിരുന്നു? എനിക്ക് നിങ്ങൾ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വാ നമുക്ക് നിധി എടുക്കാന്ന് പറഞ്ഞിട്ട് അവനെ വിളിക്കാണ്. അതേ സമയത്ത് തന്നെ ക്രിസ് പറയാണ്,
കുഴിക്കെന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കുഴിക്കാനായിട്ട് ഒരു ഷവൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവൻ കുഴിക്കാൻ തുടങ്ങാണ്. ക്രിസ് ആണെങ്കിൽ ഇപ്പൊ ഒരു തോക്കും പിടിച്ചിട്ട് വില്ലിന്റെ നേരെ ചൂണ്ടിയിട്ട് അവിടെ നിൽക്കാണ്. വില്ലി അവർ മരത്തിന്റെ ബോക്സ് മെല്ലെ പൊളിക്കുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ ഒരു ഇരുമ്പം കൊണ്ടുണ്ടാക്കിയ ഒരു പൈപ്പ് പോലത്തെ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പൊ അത് അവൻ വെടി വെച്ച് തുറക്കാണ്. എന്നാൽ തുറന്ന സമയത്ത് തന്നെ അതിന്റെ ഉള്ളിൽ നിന്ന് നല്ല രീതിക്കുള്ള ഒരു ദുർഗന്ധം ഇങ്ങനെ അടിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ വില്ലി അതിങ്ങനെ മണത്തോക്കിയിട്ട് പറയുന്നുണ്ട്, പുല്ല് ഈ നിധിയൊക്കെ ചീഞ്ഞു പോയി എന്നാണ് തോന്നുന്നതെന്ന് പറയാണ്. ഇതേ സമയത്ത് തന്നെ ക്രിസ് അവിടുന്ന് പറയാണ്, എടാ ഇനിയും കുഴിച്ചു നോക്ക് താഴേക്കെന്ന് പറയാണ്. അപ്പൊ ക്രിസ് ഇവിടെ തോക്കും പിടിച്ച് നിൽക്കുന്നുണ്ടിട്ട് വില്ലിക്ക് ദേഷ്യം വന്നിട്ട് വില്ലി കുഴിയുടെ പുറത്തേക്ക് വന്നിട്ട് ഇവന്റെ അടുത്ത് പറയാണ്, നീ എന്ത് ഈ തോക്കും പിടിച്ച് നിൽക്കുന്നത്? ആ തോക്കൊന്ന് മാറ്റിയോക്കടാ, നിനക്ക് എന്താ എന്നെ വിശ്വാസം ഇല്ലാത്ത പോലെ? നിന്നെ ഞാൻ ഇനി വിശ്വസിക്കാന്ന് പറയാണ് ക്രിസ്. അപ്പൊ വില്ലി പറയാണ്, ഞാൻ മാത്രം എന്തിനാ കുഴിക്കുന്നത്? നമ്മൾ രണ്ടുപേരും കൂടെ അല്ലേ ഈ നിധി ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അങ്ങനെയാണ് നീയും കുഴിക്കണം എന്ന് പറയാണ്. അപ്പൊ ക്രിസ് അവൻ എങ്ങനെ കലിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടിട്ട് വില്ലി പറയാണ്, നിധിന്റെ 60% എനിക്കാണല്ലോ, 40% അല്ലേ നിനക്കുള്ളൂ, അതുകൊണ്ട് നീ കുഴിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഇവൻ വീണ്ടും കുഴിക്കാൻ വേണ്ടി ഇങ്ങനെ തുടങ്ങാണ്. ആ തുടങ്ങുന്ന സമയത്ത് തന്നെ വില്ലി അവനോട് പറയുന്നുണ്ട്, നീ അറ്റ്ലീസ്റ്റ് ആ തോക്കെങ്കിലും ഒന്ന് മാറ്റി വെക്കടാന്ന് പറയുന്നുണ്ട്. അപ്പൊ ക്രിസ് അവനോട് ചോദിക്കാണ്, ഈ ഒരു തോക്കുള്ളതുകൊണ്ടാണ് നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തതെന്നാണ് നീ വിചാരിച്ചോണ്ടിരിക്കുന്നതെന്ന് ക്രിസ് വില്ലിനോട് പറയാണ്. ഇത് കേട്ടിട്ട് വില്ലി അവിടെ നിന്ന് ഇങ്ങനെ മെല്ലെ കുഴിയിൽ നിന്ന് കയറിയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ക്രിസ് മെല്ലെ ആ തോക്കെടുത്ത് താഴെ വെക്കുന്നുണ്ട്. അപ്പൊ ഒറ്റയ്ക്ക് നോക്കാന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയി നിൽക്കുകയാണ്. അങ്ങനെ ബോക്സിംഗിന്റെ ആ സ്റ്റെപ്പ് ഒക്കെ എടുത്തിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പൊ വില്ലി ക്രിസിന്റെ മുഖത്തേക്ക് ഇടിക്കാൻ വേണ്ടി പാഞ്ഞൊരു വര വരുന്നുണ്ട്. ക്രിസ് കറക്റ്റ് സമയത്ത് ഒഴിഞ്ഞു മാറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വില്ലി മൂക്കും കുത്തി നിലത്തൊരു വീഴ്ച വീഴാണ്. ഇത് കണ്ടിട്ട് ക്രിസ് ചിരിക്കുന്നുണ്ട്. തല്ലാൻ വരുന്ന സമയത്ത് ഒഴിഞ്ഞു മാറുന്നോടാ പുല്ല് എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് എണീറ്റ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ വീണ്ടും ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടുപേരും ഇങ്ങനെ റെഡി ആയിട്ട് ഇങ്ങനെ തുള്ളി കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ബോക്സേഴ്സ് ഒക്കെ ചെയ്യുന്ന പോലെ. അങ്ങനെ ഇവർ തുള്ളി കളിച്ച സമയത്ത് തന്നെ ഇവർ നിന്ന ആ ഒരു ഗ്രൗണ്ട് മെല്ലെ ഇളകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ക്രിസ് പറയാണ്, നീ നിൽക്കുന്ന ആ ഒരു ഭാഗം ഇപ്പൊ ഇടിഞ്ഞ് താഴേക്ക് പോകുമെന്ന് പറയുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ആ ഒരു ഭാഗം മൊത്തത്തിൽ ഇടിഞ്ഞ് താഴേക്ക് വീഴാണ്. നോക്കുന്ന സമയത്ത് അതാ ഫുൾ പലകം കൊണ്ട് അടിച്ചിട്ട് അടിയിൽ എന്തോ ഒരു തട്ടടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടി ഇടിഞ്ഞ് പൊളിച്ച് താഴേക്ക് വീഴുന്നുണ്ട്. അങ്ങനെ അവിടെ ഒരു വലിയ കുഴിയായി മാറാണ്. വലിയ ആ ഒരു കുഴിയിൽ നിന്ന് മെല്ലെ കയറി വരുന്നുണ്ട്. എന്നിട്ട് നോക്കുന്ന സമയത്ത് കുഴിന്റെ ഉള്ളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ക്രിസ് ചിരിച്ചിട്ട് പറയാണ്, അല്ലെങ്കിൽ ഇവിടെ ഒരു പുല്ലും ഉണ്ടാവില്ല എന്ന് എനിക്ക് അറിയാമെന്ന് പറയുന്നുണ്ട്. ഇവർ അവർ നിൽക്കുന്ന സ്ഥലത്തേക്ക് തന്നെ ആരോ ഇങ്ങനെ വെടി വെക്കുന്നുണ്ട്. ഇതേ സമയത്ത് ഇവർ പാനിക് ആയിട്ട് അവിടുന്ന് ഓടിയിട്ട് വില്ലി പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു ബിൽഡിങ്ങിന്റെ ബാക്കിലേക്ക് പോയി ഒളിച്ച് നിൽക്കാണ്. ഇതേ സമയത്ത് തന്നെ ക്രിസും അവിടെ ഉണ്ടായിരുന്ന ഒരു വീപ്പാന്റെ പുറകിലേക്ക് ഒളിക്കുന്നുണ്ട്. അപ്പൊ ഇവർ രണ്ടുപേരും നോക്കുന്ന സമയത്ത് ഹാമർ അവിടേക്ക് മെല്ലെ നടന്നു വരുന്നുണ്ട്. ഒളിച്ച് നിൽക്കാണ്ട് ഇറങ്ങി വാടാ പുല്ലന്മാരെന്ന് പറഞ്ഞിട്ടാണ് ഹാമർ അങ്ങോട്ടേക്ക് നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അവൻ അവിടെ എത്തിയ വഴിക്ക് ആ ഒരു കുഴിയിലേക്ക് നോക്കിയിട്ട് പറയാണ്, അല്ലെങ്കിലും ഇവിടെ നിധിയൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് അറിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ ഒരു വീപ്പാന്റെ പുറകിൽ നിന്ന് നമ്മുടെ ക്രിസ് എണീറ്റ് വരുന്നുണ്ട്. ക്രിസിനെ കണ്ടിട്ട് ഇവൻ പറയാണ്, അല്ല നമ്മൾ തമ്മിൽ ഒരു പഴയ കണക്കുണ്ടല്ലോ, ആ ഒരു കണക്ക് ഇവിടെ വെച്ചിട്ട് അങ്ങോട്ട് തീർക്കാന്ന് പറയാണ്. അപ്പൊ ക്രിസ് പറയാണ്, അതിനുള്ള ചങ്കൂറ്റൊക്കെ നിനക്ക് വന്നോടാന്ന് ചോദിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഹാമറിന്റെ ദേഷ്യം പിടിച്ചിട്ട് അവൻ അലറി വിളിക്കാണ്, എടാ വില്ലി ഇറങ്ങി വാടാ പുല്ലേ. അതേ സമയത്ത് വില്ലി ആണെങ്കിൽ അകത്ത് ഈ പുല്ലന്മാർ എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചേ അടങ്ങുമെന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് പുറത്തോട്ട് ഇറങ്ങി വരുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഹാമർ പറയാണ്, നമുക്കൊരു പന്തയം വെക്കാം. അതായത് നമ്മൾ 3 പേരില് ആരാണ് ഏറ്റവും മികച്ച ആൾ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പന്തയം. ഈ ഒരു വരുന്ന വഴിക്കുണ്ടായ ചേസില് എന്റെ ആളുകൾ മുഴുവൻ കൊല്ലപ്പെട്ടു, എനിക്കെല്ലാം നഷ്ടപ്പെട്ടു. നിങ്ങളുടെ 2 പേരുടെ മുന്നിലാണെങ്കിൽ ഞാൻ ഓരോ പ്രാവശ്യം തോറ്റു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ 3 പേരില് ആരാണ് മികച്ചത് എന്ന് നമുക്ക് ഇന്ന് അറിയണം. ഒരു ഗെയിം 3 പേരില് ഒരാൾ മാത്രം അതിജീവിക്കുന്ന ഒരു ഗെയിം. നിങ്ങൾ രണ്ടുപേരും തയ്യാറാണോ എന്ന് ചോദിക്കുന്നുണ്ട്. വില്ലി പറയാണ്, നീ തന്നെയാണ് ഈ നാട്ടിൽ വെച്ചിട്ടുള്ള ഏറ്റവും മികച്ച ആളെന്നുള്ള ഒരു പട്ടം നീ തന്നെ വെച്ചോ. എന്തായാലും ഞാനിതിലൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് വില്ലിയല്ല അവിടുന്ന് നൈസായിട്ട് സ്കിപ്പ് ആവാൻ വേണ്ടി നോക്കുകയാണ്. അവൻ കുറച്ച് ദൂരെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഹാമർ തോക്കെടുത്തിട്ട് വില്ലിന്റെ തലയിലുണ്ടായിരുന്ന ഒരു തൊപ്പിക്കിട്ട് വീഡിയോ വെക്കുന്നുണ്ട്. തൊപ്പി തെറിച്ച് നിലത്ത് വീഴുന്നുണ്ട്. വില്ലിയാണെങ്കിൽ ഇപ്പൊ തന്നെ തീർന്നേനെ എന്നുള്ളൊരു മൂഡിൽ അങ്ങനെ നിൽക്കുകയാണ്. അവൻ എന്നിട്ടും സീൻ പിടിക്കാണ്ട് ആ ഒരു തൊപ്പി എടുത്ത് തലയിൽ വെച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് ആ ഒരു തൊപ്പി മെല്ലെ എടുക്കാൻ നിൽക്കുകയാണ്. അതേ സമയത്ത് ഹാമർ വീണ്ടും ആ ഒരു തൊപ്പിക്കിട്ട് വീഡിയോ ഒക്കെയാണ്. തൊപ്പി തെറിച്ചിട്ട് കുറച്ച് ദൂരേക്ക് പോകുന്നുണ്ട്. വില്ലി നടന്നു പോയിട്ട് ആ ഒരു തൊപ്പി വീണ്ടും എടുക്കാൻ നോക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ഹാമർ വന്നിട്ട് ആ ഒരു തൊപ്പിക്കിട്ട് വീണ്ടും ചെറ പറന്ന് വെടി വെച്ചോണ്ടിരിക്കുകയാണ്. ഹിവന്മാർ എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചേ അടങ്ങുള്ളൂ എന്ന് പറഞ്ഞിട്ട് നല്ല പിറുവർത്തോണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതേ സമയത്ത് തന്നെ ഹാമർ അവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്, എടാ ഫിംഗർ ചോപ്പറേ, നിനക്ക് ഓർമ്മയുണ്ടോ 5 വർഷം മുന്നേ നീ എന്റെ വിരലറുത്തത്? ആ ഒരു കലിപ്പ് എനിക്കിന്ന് തീർക്കണം എന്ന് പറയാണ്. ഇതേ സമയത്താണ് ക്രിസിന് മനസ്സിലാവുന്നത് യഥാർത്ഥ ഫിംഗർ ചോപ്പർ ഈ ഒരു വില്ലി തന്നെയാണെന്ന്. അങ്ങനെ അവിടുന്ന് ആ ഒരു ട്വിസ്റ്റ് പൊളിക്കാണ് കേട്ടോ. ഇവൻ ആ ഒരു നാട്ടിലെ വലിയൊരു ഡോണായിരുന്നു. വില്ലിനോട് എതിർക്കുന്ന എതിരാളികളൊക്കെ വെട്ടിക്കൊന്നിട്ട് എതിർക്കാൻ വന്നവന്മാരുടെ പെരുവീരിൽ അർത്ഥെടുക്കുക എന്നുള്ളത് ഈ ഒരു വില്ലിന്റെ ഹോബിയായിരുന്നു. പക്ഷെ എല്ലാം നിർത്തിയിട്ട് ഒരു 5 വർഷങ്ങൾക്ക് മുന്നേ വില്ലി ആ ഒരു നാട്ടിൽ നിന്ന് എങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയിട്ട് കുറെ കാലങ്ങൾക്ക് ശേഷമാണ് വില്ലി ഇപ്പൊ തിരിച്ചു വന്നേക്കുന്നത്. വില്ലിനോടുള്ള ഒരു ദേഷ്യം കൊണ്ടാണ് ഹാമറിനെ എതിർക്കാൻ വരുന്ന ആൾക്കാരുടെയൊക്കെ പെരുവിരല് അവൻ അർത്ഥെടുത്തോണ്ടിരുന്നത്. എന്നാൽ ഇതേ ഒരു കാരണം കൊണ്ട് മറ്റുള്ളവരെല്ലാരും ഹാമറിനെയും ഫിംഗർ ചോപ്പർ എന്ന് വിളിക്കാൻ തുടങ്ങി. ഇത് കേട്ടിട്ട് ക്രിസ് ഇങ്ങനെ കിളി പോയിട്ട് നിൽക്കാണ്. വില്ലി തിരിഞ്ഞിട്ട് പറയുന്നുണ്ട്, അതൊക്കെ പണ്ടത്തെ കാര്യമല്ലേ, ആ ഒരു പരിപാടിയൊക്കെ ഞാൻ എല്ലാം നിർത്തിയിട്ടുണ്ട്. ഇപ്പൊ നല്ല രീതിയിൽ സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഞാനതൊക്കെ മറന്നിട്ടുണ്ട്, നീ ആ കാര്യങ്ങളൊക്കെ മറക്കണം എന്ന് പറയാണ്. ഹാമർ അവന്റെ ഒരു ഗ്ലൗസ് ഊരിയിട്ട് അവന്റെ മുറിച്ച് കളഞ്ഞ ഒരു വിരലിങ്ങനെ കാണിക്കുകയാണ്. ഇത് ഞാൻ മറക്കണമെന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് വില്ലിനോട് പറയാണ്, ഇന്നൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് നീ ഇവിടുന്ന് പോയാൽ മതി എന്ന് പറയാണ്. വില്ലി പറയാണ്, നിനക്ക് അത്ര നിർബന്ധമാണെങ്കിൽ എന്നാ പിന്നെ ഒരു തീരുമാനമാക്കിയിട്ട് പോവാന്ന് പറഞ്ഞിട്ട് അവനും ഗണ്ണെടുത്തിട്ട് ആ ഒരു ഫൈറ്റിന് റെഡി ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഹാമർ അവന്റെ കയ്യിലിരുന്ന ഒരു ബാഗ് എടുത്തിട്ട് നിലത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് പറയാണ്, ഇതാണ് എന്റെ കയ്യിലുള്ള അവസാനത്തെ സമ്പാദ്യം. ഇതിനകത്ത് ഒരുപാട് സ്വർണ്ണവും പണമൊക്കെ ഉണ്ട്, അതൊക്കെ ഈ ഒരു ഗെയിമിൽ ബാക്കിയാവുന്ന ആളുകൾക്ക് എടുക്കാന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കാണ്. ഇതും കൂടി കേട്ട് കഴിഞ്ഞപ്പോ ക്രിസിന് നല്ല സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ ഈ ഒരു 3 പേരും കൂടി ആ ഒരു ഗെയിമിന് റെഡി ആവുന്നുണ്ട്. എന്താണ് ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കൗബോയ് സ്റ്റൈല് ഗൺ ഫൈറ്റിംഗ് അല്ലേ, ആ ഒരു സംഭവം തന്നെ. 3 പേരും 3 സ്ഥലത്തായിട്ട് നേർക്ക് നേരെ നിൽക്കുകയാണ്. അങ്ങനെ ഇപ്പൊ ആ ഒരു ടൈം ആയിട്ടുണ്ട്. ഓരോരുത്തരും പരസ്പരം നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ട്, ആരെങ്കിലും അനങ്ങുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഒരേ സമയത്ത് തന്നെ 3 പേര് ഗണ്ണെടുത്തിട്ട്
എടുത്തിട്ട് ഷൂട്ട് ചെയ്യാണ്. എന്നാൽ ഈ ഒരു കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ആള് വില്ലിയാണെന്നിപ്പോ ഹാമറിനും ക്രിസിനും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അവർ രണ്ടുപേരും കൂടി വില്ലിനെ തന്നെ ആദ്യം വെടിവെച്ചിട്ടാണ്. വില്ലി വെടികൊണ്ട് വീണ അതേ സമയത്ത് തന്നെ ക്രിസ് ഹാമറിനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഹാമറും തിരിച്ച് ക്രിസിനെ ഷൂട്ട് ചെയ്യാണ്. അങ്ങനെ രണ്ടുപേരും വെടികൊണ്ടിട്ട് രണ്ട് സൈഡിലേക്ക് മറിഞ്ഞു വീഴാണ്. ഇപ്പൊ ഹാമർ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൻ ഗണ്ണെടുത്തിട്ട് ക്രിസിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മെല്ലെ എണീറ്റ് അതേ സമയത്ത് തന്നെ വില്ലി എങ്ങനെയൊക്കെയോ എണീറ്റിട്ട് ഹാമറിനെ ഷൂട്ട് ചെയ്ത് നിലത്തിടുന്നുണ്ട്. ഹാമർ ഇപ്പൊ മരിച്ചു കഴിഞ്ഞു. വില്ലി ആണെങ്കിൽ അവനെ ഷൂട്ട് ചെയ്തിട്ട് അതേപോലെ തന്നെ മറിഞ്ഞ് നിലത്ത് വീണ് അങ്ങനെ കിടക്കാണ്. ക്രിസും മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവന്റെ വീട്ടിൽ കണ്ട ആ ഒരു പെൺകുട്ടി ആ ഒരു സമയത്താണ് അങ്ങോട്ട് വരുന്നത്. അവൾ അവിടെ വന്നിട്ട് ക്രിസിനെ രക്ഷിച്ചു കൊണ്ടുപോകുന്നുണ്ട്. വില്ലി ഇപ്പൊ അവിടെ അങ്ങനെ കിടക്കാണ്. ഇതേ സമയത്ത് ആ ഒരു മാപ്പ് എടുത്തിട്ട് വില്ലി ഇങ്ങനെ നോക്കുന്നുണ്ട്. എനിക്ക് സ്ഥലം മാറിപ്പോയെന്നാണ് തോന്നുന്നത്. അതേ സമയത്ത് തന്നെ ഒരു കാറ്റ് വീശിയിട്ട് ആ ഒരു മാപ്പ് ദൂരേക്ക് അങ്ങനെ പറന്നു പോവാണ്. കുറച്ച് സമയത്തിന് ശേഷം അവൻ മെല്ലെ എണീക്കുന്നുണ്ട്. അവൻ എണീച്ചിട്ട് ഓക്കെ മുന്നോട്ട് നടക്കാണ്. അതേ സമയത്ത് അവൻ പറയാണ് എനിക്കെന്താ അത്ര ഭാരം എന്ന് പറഞ്ഞിട്ട് അവന്റെ ആ ഒരു ഡ്രസ്സിന്റെ ഉള്ളിലേക്ക് കൈയിട്ടിട്ട് ഒരു ഇരുമ്പിന്റെ പ്ലേറ്റ് അവിടെ നിന്ന് വലിച്ചു കളയാണ്. അതൊരു ബുള്ളറ്റ് പ്രൂഫ് ആയിട്ട് അവിടെ നിന്നുകൊണ്ട് തന്നെ ക്രിസും ഹാമറും ഷൂട്ട് ചെയ്തത് വില്ലിയുടെ നെഞ്ചി കൊണ്ടിട്ടുണ്ടായിരുന്നില്ല. വില്ലിയുടെ കയ്യിലും കാലിലും മാത്രമാണ് ബുള്ളറ്റ് കയറിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് ഒക്കെ മുന്നോട്ടേക്ക് നടക്കാണ്. നേരെ ചെല്ലുന്നത് ഹാമറിന്റെ അടുത്തേക്കാണ്. ഹാമറിനെ എടുത്തിട്ട് ആ ഒരു കുഴി കൊണ്ടുവന്നിട്ട് അവന്റെ മേത്തേക്ക് അവന്റെ ജീപ്പിൽ ഉണ്ടായിരുന്ന കുറെ ഡൈനാമിറ്റുകൾ ഇങ്ങനെ കുത്തി തിരികെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വില്ലിയത് കാണുന്നത്. ഹാമറിന്റെ പോക്കറ്റിൽ ആ ഒരു ധനികന്റെ വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്ന ഡയമണ്ട്സ് ഉണ്ടായിരുന്നു. അവനത് കണ്ടിട്ട് സന്തോഷമാവുന്നുണ്ട്. അവനത് അങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്താണ് ജാപ്പനീസ് പട്ടാളക്കാർ അങ്ങോട്ടേക്ക് വരുന്നത്. അവർ ആ ഒരു കുഴിന്റെ ചുറ്റും അവനെ വളഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ വില്ലി വേഗം ആ ഒരു ഡൈനാമിറ്റ് എടുത്തിട്ട് കത്തിച്ചിട്ട് അവരെ നേരെ എറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് കണ്ടിട്ട് ജാപ്പനീസ് പട്ടാളക്കാരൊക്കെ അവിടുന്ന് ചെതറി ഓടുകയാണ്. പക്ഷേ ഇതേ സമയത്ത് തന്നെ അവിടെ അടുത്തുണ്ടായിരുന്ന എല്ലാ ഡൈനാമിറ്റുകൾക്കും തീ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോ വില്ലി ആ ഒരു ഡയമണ്ട് എടുത്തിട്ട് കുഴിന്റെ പുറത്തേക്ക് ചാടുന്നുണ്ട്. ഇവിടുന്ന് സീൻ കട്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കാണുന്നത് ഒരു ബാറിലിരുന്ന് ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് വില്ലന്മാരാണ്. എന്നാൽ ഇതേ സമയത്ത് ബൗണ്ടി ഹണ്ടറായ ക്രിസ് അവിടെ എത്തുന്നുണ്ട്. ക്രിസ് അവരോട് ചോദിക്കുകയാണ് വില്ലി എവിടെയാടാ മര്യാദയ്ക്ക് പറഞ്ഞോന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരല്ല ഇവനെ തന്നെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ക്രിസ് ഗണ്ണെടുത്തിട്ട് എല്ലാണത്തെ നിരത്തി വെടിവെച്ച് പുകയ്ക്കാണ്. അങ്ങനെ എല്ലാരും കൊന്നിട്ട് ലാസ്റ്റ് ഒരുത്തൻ അവിടെ ഉണ്ട്. അവന്റെ അടുത്ത് പറയാണ് നിന്നോട് ഞാൻ അവസാനമായിട്ട് ചോദിക്കുകയാണ് വില്ലി എവിടെയാടാന്ന്. ആ ഒരു സീൻ കട്ടായി കഴിഞ്ഞാല് നമ്മൾ കാണുന്നത് വില്ലി ഒരു ബൈക്ക് എടുത്തിട്ട് ആ ഒരു മരുഭൂമി കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ ഒരു സീനും കാണിച്ചിട്ട് ദ ഗുഡ് ദ ബാഡ് ദ വിയേർഡ് എന്ന സിനിമ ഇവിടെ കഴിയാണ്. എങ്ങനെയുണ്ട് ഗൈസ്? പൊളിയല്ലേ? ഞാൻ ഇത്രയും നാൾ കണ്ട സിനിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് സിനിമകളുടെ ലിസ്റ്റിൽ പെടുത്താവുന്ന ഒരു സിനിമയാണിത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു സിനിമ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സിനിമ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഈ ഒരു സിനിമയും ഇതിന്റെ മലയാളം സബ്ടൈറ്റിലും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തേക്കാം. പിന്നെ നമ്മുടെ ഈ ഒരു കണ്ടന്റുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും പറയുന്ന പോലെ ലൈക്ക്, കമന്റ്, ഷെയർ, പിന്നെന്താണ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പോ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.